ഹരി ഓം. എല്ലാ സാധകർക്കും മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു സത്സംഗത്തിൻ്റെ സെക്ഷനിലേക്ക് സ്വാഗതം. അവധൂത്ജി നമ്മുടെ ധ്യാന സാധകർക്കായിട്ട് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഗവേഷണ ഗ്രന്ഥങ്ങളാണ് കൂടുതലും, കാരണം ധ്യാന സാധകർക്ക് മനനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഒരു ഗ്രന്ഥമാണ് ശൂന്യമായ വാക്കുകൾ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിലെ ഒരു ചിന്ത നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിശ്ചലതയെ ഭാവനയിൽ കാണുവാനാകില്ല. കാരണം നിശ്ചലത വർത്തമാനകാലത്തിലാണ് നിലനിൽക്കുന്നത്. നിശ്ചലതയെ ഭാവനയിൽ കണ്ടുകൊണ്ട് അതിനെ നേടുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ അവസ്ഥ എന്തായിരിക്കും? ഈ നിമിഷത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒന്നും നേടുവാനാകില്ല. ഇനി നേടുന്നുവെങ്കിൽ അത് വെറും തോന്നൽ മാത്രമായിരിക്കും. ഈ ഒരു ചിന്തയെ നമ്മൾ മനനം ചെയ്യുക. ഇതിൽ നിന്നും ആ യഥാർത്ഥ സത്യം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആ സാധന അല്ലെങ്കിൽ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടതെന്ന് മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സത്സംഗം ചെയ്യുന്നത് മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്ററിൽ വെച്ചാണ്, ബാലരാമപുരത്തെ. ഇന്ന് നമ്മൾ സത്സംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വത്തിൻ്റെ പേര് ശ്രീ മണികണ്ഠൻ എന്നാണ്. അദ്ദേഹം വിതുര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം. നമുക്ക് അദ്ദേഹത്തെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്തേ. നമസ്തേ. ജന്മം നൽകിയ മാതാപിതാക്കൾക്കും എല്ലാ ഗുരുജനങ്ങൾക്കും ഋഷി പരമ്പരകൾക്കും പരമാത്മ ചൈതന്യത്തിനും മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്ററിലെ അവധൂത്ജിക്കും ബാലഗോപാൽജിക്കും എല്ലാവർക്കും നമസ്കാരം. ജി, അങ്ങയുടെ ബാല്യകാലത്തെക്കുറിച്ച്, ഔദ്യോഗിക ജീവിതത്തിലേക്ക് എത്തുന്നതും ആ ഒരു ജീവിതകാലത്തെക്കുറിച്ചൊന്ന് പറയാം. പഠിച്ചത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്, 7ാം ക്ലാസ് വരെയുള്ള. അവിടെയാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ പഠനം മാധവവിലാസം തുണ്ടത്തിൽ ഹൈസ്കൂൾ, അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ സംസ്കൃത കോളേജിലെത്തി. അവിടെ 7 വർഷം പഠിച്ചു. MA വരെ അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രാദേശിക കേന്ദ്രമുണ്ട്, അവിടെ തിരുവനന്തപുരത്താണത്, വഞ്ചിയൂർ. അവിടെ നിന്ന് ഞാൻ BEd എടുത്തു. BEd എടുത്തിട്ട് പിന്നെ കുറച്ച് നാൾ, അപ്പോൾ ഇതിനിടയ്ക്ക് ട്യൂഷൻ അതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്യൂട്ടോറിയൽ അധ്യാപനം അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഇടയ്ക്ക് നിന്നപ്പോൾ എനിക്ക് തോന്നി റിസർച്ച് ചെയ്താലെന്തെന്ന് തോന്നി. അങ്ങനെ ഡോക്ടർ എൻ സുന്ദരം, അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനാണ് നീലകണ്ഠ ശർമ്മ, അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് ഡോക്ടർ എൻ സുന്ദരം. പ്രശസ്തനാണ്, തമിഴ്നാട്ടുകാരനാണ്, എങ്കിലും മലയാളം അറിയാം. യൂണിവേഴ്സിറ്റിയിൽ പ്രകാശന വിഭാഗത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം കുറച്ചു കാലം ഗസ്റ്റായിട്ട് ഇവിടെ ഈ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക കേന്ദ്രത്തിലുണ്ടായിരുന്നു. ന്യായശാസ്ത്രമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ന്യായം റിസർച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, ന്യായത്തിൽ. അങ്ങനെ ആ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് ന്യായസൂത്രം അനുസരിച്ച് പ്രമേയങ്ങളെ നിരൂപണം ചെയ്യുക. അതായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ എൻ്റെ ബാല്യകാലത്തുള്ള ആ ഒരു ആത്മീയ മാർഗത്തിലേക്കും ഭക്തി മാർഗത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു ടൈപ്പാണ് ഞാൻ. മറ്റ് 2 സഹോദരങ്ങൾക്കൊപ്പം അവർ മറ്റൊരു രീതിയാണ്. പക്ഷേ എനിക്ക് ഈ ആത്മീയമായ കാര്യങ്ങൾ, ഭക്തി, ഈ കാര്യങ്ങളിലേക്ക് ഞാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വല്യച്ഛൻ ഒരു 3 പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒന്ന് നിങ്ങൾക്കും വലിയവരാകാം. ആ നിങ്ങൾക്കും വലിയവരാകാം എന്ന പുസ്തകം എനിക്ക് തന്നു. അനിയന് കൊടുത്തത് അത്ഭുത ലോകത്തിലെ ആലീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം കൊടുത്തു. ഏറ്റവും ഇളയ ആളിന് കൊടുത്തു ഈസോപ്പ് കഥകൾ. അപ്പോൾ ഈ 3 പുസ്തകവും ഞാൻ വായിച്ചു. 3ൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കും വലിയവരാകാം.
അപ്പോൾ ഓരോന്നും ഓരോ കഥാപാത്രങ്ങൾ. ഹനുമാൻ്റെ കഥകളുണ്ട്, സത്യകാമൻ്റെ കഥകളുണ്ട്, ഹരിശ്ചന്ദ്രൻ്റെ കഥകളുണ്ട്, ശ്രീബുദ്ധൻ്റെ കഥകളുണ്ട്. ഇങ്ങനെയെല്ലാം അതിലുണ്ട്. അപ്പോൾ ഓരോന്നിലും ഓരോ ഗുണപാഠങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ച് കേട്ട് വന്നപ്പോൾ എനിക്ക് പിന്നെ ഭഗവത്ഗീത പുസ്തകം ഉണ്ടായിരുന്നു. ഭഗവത്ഗീത വായിക്കും. ഉപനിഷത് ദീപ്തി ഉണ്ടായിരുന്നു. ആ ഉപനിഷത് ദീപ്തിയിൽ 33 ഉപനിഷത്തുക്കളുണ്ട്. ഇതെല്ലാം ഈ ചെറുപ്പകാലങ്ങളിലേ വായിക്കുമായിരുന്നു. അങ്ങനെ വന്നു. പിന്നെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിച്ചു. അപ്പോൾ ആദ്യമൊന്നും കുറേ മനസ്സിലാകില്ല, എങ്കിലും ഡിഗ്രി തലത്തിലേക്ക് എത്തിയപ്പോഴാണ് കുറച്ചുകൂടെ അത് ഡീറ്റെയിൽ മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ പോയ കാലഘട്ടത്തിലാണ് ഈ റിസർച്ച് ടോപ്പിക് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇത് ഈ പ്രമേയങ്ങളെന്ന് പറഞ്ഞാൽ പ്രമയ്ക്ക് വിഷയമാകുന്നതാണ് പ്രമേയം. പ്രമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം. യഥാർത്ഥ ജ്ഞാനത്തിന് വിഷയമാകുന്നത് എന്തും നമുക്ക് പ്രമേയങ്ങളെന്ന് പറയാം. ഇപ്പോൾ ശരീരം ഒരു പ്രമേയമാണ്. യഥാർത്ഥ ജ്ഞാനത്തിന് വിഷയമാകുന്നു എന്ന് വെച്ചാൽ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ശരീരം. ആത്മാവ് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കില്ല, കാതുകൊണ്ട് കേൾക്കാനും സാധിക്കില്ല. ആത്മാവിനെക്കുറിച്ച് മനസ്സുകൊണ്ട് പോലും സങ്കല്പിക്കാൻ പറ്റില്ല. സങ്കല്പങ്ങൾക്കെല്ലാം അതീതമാണ്. അപ്പോൾ ഇതൊക്കെ ഈ റിസർച്ച് ചെയ്യാൻ വലിയ കൗതുകം തോന്നി. അപ്പോൾ ആത്മാവ്, ശരീരം, ഇന്ദ്രിയം, പിന്നെ ഇന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, ചെവി, അവയുടെ ഓരോ വിഷയങ്ങൾ കണ്ണുകൊണ്ട് കാണുക, അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റില്ല, കേൾക്കാൻ ചെവി മാത്രമേ പറ്റൂ. അപ്പോൾ ഓരോന്നിനും ഓരോ വിഷയങ്ങളുണ്ട്. അതാണ് അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവ്, ശരീരം, ഇന്ദ്രിയം, അർത്ഥം, പിന്നെ ബുദ്ധിയെ ജ്ഞാനം എന്നാണ് പറയുന്നത്. എല്ലാം വ്യവഹരിക്കാൻ ഹേതുവായിട്ടുള്ളത് ബുദ്ധി, ജ്ഞാനം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് ആത്മാവ്, മനസ്സ്, ഈ ടോപ്പിക്കുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ അതിൽ കിട്ടാവുന്ന കുറേ കാര്യങ്ങൾ ഒക്കെ ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചു. പിന്നെ പ്രശസ്ത പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയ എം എച്ച് ഹരിഹര ശാസ്ത്രികൾ, പിന്നെ വാസുദേവൻ പോറ്റി സാറ്, ഇവരെയൊക്കെ ചെന്ന് കണ്ടു. അവരുടെ കീഴിലൊക്കെ പഠിക്കാനൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ എനിക്ക് കുറേ സംസ്കൃതത്തിൽ കുറച്ച് പുസ്തകങ്ങൾ പരിചയപ്പെട്ടു. കുറേ വിവരങ്ങൾ അന്ന് കിട്ടി. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തത്. 5 വർഷം എടുത്തു. 3 വർഷം കൊണ്ടാണ് കൊടുക്കേണ്ടത്. എങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് അതിൽ കണ്ടുപിടിക്കാവുന്നിടത്തോളം കണ്ടുപിടിച്ചു. നോക്കിയും കണ്ടു എഴുതാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തപ്പോൾ 5 വർഷം എനിക്ക് എടുക്കേണ്ടി വന്നു. പലരും സാധന വർഷങ്ങളോളം ചെയ്യുന്നുണ്ടെങ്കിലും പലർക്കുമുള്ള പരാതി എനിക്ക് പുരോഗതി കിട്ടുന്നില്ല, അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിടുന്നു എന്നെല്ലാമാണ്. അതിനെന്തായിരിക്കാം കാരണം? അതിന് കാരണമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ക്രിയായോഗയെക്കുറിച്ച് പറഞ്ഞു. അത് ഒരു വിമാനമാർഗമെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ 10,60,60,000 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട സംഭവമാണ് നമ്മൾ ഈ ഒരു ജന്മം കൊണ്ട് നേടിയെടുക്കുന്നത്. 10,60,60,000 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട സംഭവമാണ് മനുഷ്യൻ ഒരു വർഷം കൊണ്ട്, ഒരു വർഷമല്ല, ഒരു ജന്മം കൊണ്ട് സാധിച്ചെടുക്കേണ്ടത് ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള ടെക്നിക്കാണ് ഈ ക്രിയായോഗം എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ ബ്രെയിൻ പെട്ടെന്ന് എക്സ്പാൻഷനാകും, ബ്രെയിനിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാകും. അത് ത്വരിതപ്പെടുത്തുന്ന സാധനയാണ് ക്രിയായോഗം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിനിൻ്റെ എനർജി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ജീവരാശികളുണ്ട്, അത് ഒരു പരിണാമം ഉണ്ട്. അതായത് ഒരു പരിണാമമാണ്, ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ജീവികൾ ഇങ്ങനെ വേഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേഷം മാറി മനുഷ്യനായിട്ട് ജനിച്ചു. ഇനി മനുഷ്യൻ എന്താവണം? ദേവനായിട്ട് മാറണം. ദേവൻ എന്ന് പറഞ്ഞാൽ ദിവ്യതയുള്ള ആളാണ് ദേവൻ. ദിവ്യത, പ്രകാശമുള്ള ശരീരമൊക്കെ പിന്നെ കിട്ടും നമുക്ക് ആ രീതിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ദേവനായിട്ട് മാറണം. അപ്പോൾ മനുഷ്യൻ ദേവനായിട്ട് മാറണമെങ്കിൽ ഇപ്പോൾ 84 ലക്ഷം ജന്മങ്ങളാണുള്ളത്. ആ 84 ലക്ഷത്തിൽ 80,000 ലക്ഷം നമ്മൾ ഏതൊക്കെ ജന്മമാണ്? പല ജീവികളായിട്ടാണ്. കല്ല്, മണ്ണ്, വൃക്ഷലതാദികൾ, ജീവനുള്ളതും സചേതനവും അചേതനവുമായിട്ട് അങ്ങനെ 80,000 ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞിട്ട് 4,60,60,000 വർഷമാണ് മനുഷ്യജന്മത്തിലേക്ക് വരുന്നത് എന്നാണ് ബ്രഹ്മാനന്ദഗിരി സ്വാമികളുടെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടതാണ്. അപ്പോൾ ആ 4,60,60,000 വർഷമാണ് മനുഷ്യജന്മത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ യാതൊരു സാധനയും ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ. സാധന ചെയ്യുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല.
4,60,000 ജന്മം കഴിയുമ്പോൾ ആ ആളിന് മോക്ഷം കിട്ടിയിരിക്കും, ബ്രഹ്മജ്ഞാനി ആയിരിക്കും. അത്രയും. അപ്പോൾ ഈ 4,60,000 ജന്മത്തിൽ വേണ്ടിയിട്ടാണ് ഈ 10,60,000 തവണ പ്രാണനെ സുഷുമ്നയിലൂടെ കയറ്റിയിറക്കാൻ പറയുന്നത്. അത് ആ സാധന രഹസ്യങ്ങളായതുകൊണ്ട് അതിവിടെ വെളിപ്പെടുത്താൻ പാടില്ല. കാരണം ഗുരുമുഖത്ത് നിന്ന് കിട്ടേണ്ടതാണ് ആ ഒരു ക്രിയാപ്രാണായാമം, സുഷുമ്ന പ്രാണായാമം. അത് സുഷുമ്നയെ എനർജറ്റിക് ആക്കുന്നു. അത് ചെയ്യുമ്പോൾ തന്നെ അറിയാം, ഒരു 20-25 അല്ലെങ്കിൽ ഒരു 50 പോലും എത്തണ്ട. ആ സമയത്ത് ഹീറ്റാണ്, നല്ല ബോഡിക്ക് നല്ല ഹീറ്റാണ്. ഇവിടെ കൂടെ ഈ നട്ടെല്ലിലൂടെയുള്ള പ്രാണസഞ്ചാരം നമുക്കറിയാൻ സാധിക്കും. അതിവിടവും കേന്ദ്രീകരിച്ച് നട്ടെല്ലുമായിട്ട് കേന്ദ്രീകരിച്ചിട്ടാണ് ആ ഈ എന്നുള്ള ആ രീതിയിലാണ്. ശ്വാസം എടുക്കുമ്പോൾ ആ എന്നെടുക്കുന്നു, വിടുമ്പോൾ ഈ എന്നെടുക്കുന്നു. അതിൻ്റെ ക്രമങ്ങളൊക്കെ ഉണ്ട് അതിന്. പക്ഷേ അത് ചാടിക്കയറി ഈ സാധനയിലേക്ക് കടക്കാൻ പാടില്ല. ഹഠയോഗ സാധനകൾ ചെയ്ത് ശരീരത്തിലെ ആ സെല്ലുകളെയൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തി വ്യക്തമായിട്ട് വന്നതിന് ശേഷമേ ഈ നാഡികൾ ശുദ്ധമാവണം. നാഡി ശുദ്ധി കഴിഞ്ഞതിന് ശേഷമേ ഇത് ചെയ്യാവൂ. അല്ലാതെ എടുപിടിയെന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് കുഴപ്പമുണ്ടാകും. അതുകൊണ്ടാണ് ഈ രഹസ്യം എന്ന് പറയുന്നത്, ഗുരുമുഖത്ത് നിന്ന് അഭ്യസിക്കണമെന്ന് പറയുന്നത്. എന്തെങ്കിലും ഇത് കേട്ടിട്ട് ചാടി പുറപ്പെട്ട് എന്തെങ്കിലും ചെയ്ത് അബദ്ധങ്ങൾ കാണിച്ചാൽ അതിനും പഴി ആർക്കാണ് വരുന്നത്? അതുകൊണ്ടാണ് അത് വെളിപ്പെടുത്തരുതെന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ ഈ ക്രിയാപ്രാണായാമം ചെയ്യുമ്പോൾ നമ്മളെ ബോഡി എനർജറ്റിക്കായിട്ട് നമ്മുടെ ഈ നെറ്റിയിൽ ഈ ഭാഗത്ത് നമുക്ക് ലൈറ്റ് കിട്ടും. ആ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വട്ടം, ആ വട്ടത്തിനുള്ളിൽ ഒരു നീല വെളിച്ചം ഉണ്ടാകും. ആ നീല വെളിച്ചം ബ്രഹ്മാനന്ദഗിരി സ്വാമികളുടെ ഇതിൽ പറഞ്ഞതാണ്. ആ നീല വെളിച്ചത്തിൽ ഒരു 5 കാലുള്ള നക്ഷത്രം തെളിയും. ആ നക്ഷത്രം എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് തെളിഞ്ഞ് കാണും, പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും. നേരിട്ട് ഈ അനുഭവം കണ്ണടച്ചിരുന്നും കാണാം, അങ്ങനെയും എത്താം. പക്ഷേ നേരിട്ട് കാണുന്ന അത്രയും സാധന ചെയ്താൽ മാത്രമേ പറ്റൂ. എപ്പോഴും നമ്മൾ അതിൽ വരുന്നതെന്ന് വെച്ചാൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ മനസ്സിനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാസ്റ്റിലോട്ടും പോകരുത്, ഫ്യൂച്ചറിലോട്ടും പോകരുത്. പാസ്റ്റിലേക്ക് പോയാൽ ദുഃഖമാണ്, ഫ്യൂച്ചറിലോട്ട് പോയാൽ ഉത്കണ്ഠയാണ്. എന്താകും എന്നുള്ളത്. നമ്മൾ ഈ പ്രസൻറ്റിൽ നിൽക്കുക. പ്രസൻറ്റിൽ നിൽക്കുന്ന ഒരാളിന് മാത്രമേ ആക്റ്റീവായിട്ട് കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ സാധിക്കൂ. അത് ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റിയിൽ ലൈറ്റ് കിട്ടും. ലൈറ്റ് കിട്ടുമ്പോഴാണ് പ്രകാശം കണ്ടു എന്ന് പറയുന്നത്. ഈ നെറ്റിയിൽ ഇത് വരുന്നത് ഇതാണ് ആത്മാവ്. 5 കാലുള്ള ആ നക്ഷത്രമാണ് ആത്മാവ്. അതിലുള്ള ഇതിനെയാണ് ബ്രഹ്മദ്വാരം എന്ന് പറയുന്നത്, ബ്രഹ്മഗുഹ എന്ന് പറയും. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ പോവുകയാണ്. ഈ ലൈറ്റ് മാത്രമല്ല കിട്ടുന്നത്, സൗണ്ട് കിട്ടും. അങ്ങനെയാണ് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ സൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പുല്ലാങ്കുഴലിൻ്റെ നാദം ചെവിയിൽ കേൾക്കാൻ സാധിക്കും. അത് കേൾക്കാൻ സാധിക്കുമ്പോൾ ശരീരത്തെ അദൃശ്യമാക്കാനുള്ള വിദ്യ കിട്ടുമെന്നാണ് ഹംസോപനിഷത്തിൽ പരമശിവൻ പാർവതീദേവിക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ നാദം 10 വിധത്തിലുള്ള നാദങ്ങൾ കിട്ടും. ഇടിമുഴക്കം, മേഘഗർജനം നമുക്ക് കേൾക്കാൻ സാധിക്കുമ്പോഴാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നത്. മൃദംഗത്തിൻ്റെ ധ്വനി നമ്മുടെ ചെവിയിൽ അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ ശരീരത്തെ അദൃശ്യമാക്കാനുള്ള വിദ്യ കിട്ടുന്നത്. ഇതൊക്കെ ആത്മവിദ്യ രഹസ്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ, ഇതൊന്നും ചെയ്ത് നോക്കാതെ, ഇതൊന്നും ഇല്ല എന്ന് പറയുന്നതിൽ ഒരു ശാസ്ത്രീയതയില്ല. ശരിക്കും അന്ധവിശ്വാസികൾ ആരാണ്? ഇതൊന്നും വിശ്വസിക്കാത്തവരെയാണ് അന്ധവിശ്വാസികൾ എന്ന് പറയുന്നത്. അവർ ഈ ശാസ്ത്രത്തിൻ്റെ പുറകെ പോവുകയാണ്. ഇപ്പോൾ ശാസ്ത്രം ഒരു തവണ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ശാസ്ത്രം മാറി വരുമ്പോൾ അത് തിരുത്തുന്നുണ്ട്. ഇന്ന് പഠിച്ചതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പോൾ ചാൾസ് ഡാർവിൻ്റെ കാര്യം. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം കൊണ്ടുവന്നിട്ട് അവസാനം അദ്ദേഹം അതിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നു. അവസാനം അദ്ദേഹം മരിക്കാനായിട്ടുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ പല പൊരുത്തക്കേടും ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലായി. ഇപ്പോൾ ബൈബിൾ എടുത്തിട്ട് യേശുക്രിസ്തുവിനെയാണ് അദ്ദേഹം ദൈവമേ എന്ന് വിളിക്കേണ്ട ഗതി വന്നുപോയി അദ്ദേഹത്തിന്. അപ്പോൾ ആ രീതിയിൽ വരെ എത്തിപ്പോയി. അപ്പോൾ മനുഷ്യൻ്റെ യുക്തിബോധത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ അറിവ് വെച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സുബ്രഹ്മണ്യനും അഗസ്ത്യനും തമ്മിലൊരു സംവാദമുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യൻ അഗസ്ത്യനോട് പറയുന്നു, നമ്മൾ പായസമാണ് കുടിക്കേണ്ടതെന്ന് പറയുന്നു. പക്ഷേ നമ്മളിൽ പലരും എന്താ ചെയ്യുന്നത്? ചട്ടുകം നക്കുകയാണ്. ചട്ടുകം നക്കണമോ ഈ പായസം കോരി കുടിക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ അതിലൊരു വ്യത്യാസമുണ്ട്. അത് ഈ ഭക്തിയോഗവുമായിട്ട് സംബന്ധിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അധരവ്യായാമം ചെയ്യുന്നതിനെ എതിർത്തിട്ടുണ്ട്. അധരവ്യായാമം എന്ന് പറയുന്നത്
ഈ പുരാണ പാരായണം, ആൾക്കാർ യാതൊരു ഭക്തിയും ഉള്ളിൽ കാണില്ല. പുരാണ പാരായണം നടത്തുന്നു, നാമസങ്കീർത്തനം നടത്തുന്നു, എന്നാൽ ഉള്ളിൽ ഭക്തിയൊന്നുമില്ലാതെ ഇങ്ങനെ നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ അധര വ്യായാമം കൊണ്ട് ഒന്നും നേടാനില്ല. അതുകൊണ്ട് ഈ അധര വ്യായാമത്തിന് പോകരുത്. ഭക്തി ഉള്ളിൽ വേണം. ആ ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനാമം കേൾക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോകണം. അങ്ങനെയുള്ള ഒരു ഭക്തി വരണം. അത് വന്ന ഒരാളിന് മാത്രമാണ് നേരത്തെ ചോദിച്ചതുപോലെ, ബാലഗോപാൽജി ചോദിച്ചതുപോലെ, സാധനയിൽ എന്താ പ്രോഗ്രസ് ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നത്. പ്രോഗ്രസ് ഉണ്ടാകുന്നതിന് ഒരു ഘടകമെന്ന് പറയുന്നത് മുജ്ജന്മ സാധന, മുജ്ജന്മ കർമ്മങ്ങളാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. മുജ്ജന്മത്തിൽ സാധന ഒരുപാട് അനുഷ്ഠിച്ചവർക്കാണ് ഈ ജന്മത്തിൽ കുറച്ചുകൂടെ ഒരു ഇത് കിട്ടുന്നത്. ഇപ്പോൾ പാട്ട് പാടി പഠിക്കുന്നു. പഠിക്കുക എന്ന് പറഞ്ഞാൽ പാട്ട് എത്രത്തോളം തവണ കേട്ട് അതിൻ്റെ ഓരോ അംശവും മനസ്സിലാക്കിയാലല്ലേ ഒറിജിനലായിട്ട് പാടാൻ സാധിക്കൂ, അത്രയും ക്ലാരിറ്റിയിൽ പാടാൻ സാധിക്കൂ. അപ്പോൾ അതിന് അധ്വാനം ഉണ്ടല്ലോ. ആ അധ്വാനം നല്ലതാണ്. അപ്പോൾ അത് വാസനയുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്നാണ് പാട്ട് കേട്ട് പഠിക്കുന്നത്. ഇപ്പോൾ എം ജി ശ്രീകുമാറിനും ചിത്രയ്ക്കുമൊക്കെ ചിത്രയ്ക്ക് പാട്ട് കൊടുത്താൽ ഒരു ദിവസം 19 പാട്ടുകൾ പഠിച്ച് പാടാൻ കഴിവുള്ളവളാണ് ചിത്ര എന്ന് പറയുന്നത്. എം ജി ശ്രീകുമാറും അതുപോലെയാണ്. പെട്ടെന്നാണ് അവർ പാട്ട് പഠിക്കുന്നത്. അപ്പോൾ ആ വാസനയുള്ളത് കൊണ്ടാണ്. എന്താണ് വാസന എന്ന് ചോദിച്ചാൽ മുജ്ജന്മങ്ങളിൽ കിട്ടിയ അറിവും പരിചയവുമാണ് വാസന എന്ന് പറയുന്നത്. അല്ലാതെ ഇന്നിപ്പം ഈ ജന്മത്തിൽ നേടുന്ന കുറച്ച് അറിവ് വെച്ചിട്ട് എല്ലാവർക്കും ചിത്രകാരനാവാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും പാട്ടുകാരനാവാൻ പറ്റുമോ? ഇല്ല. അപ്പം മുജ്ജന്മങ്ങളിലേ കിട്ടിയിട്ടുള്ള അറിവും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ പിറന്നു വീണ ഒരു കുട്ടി ന്യായശാസ്ത്രം അനുസരിച്ചിട്ട് ഈ തർക്കിക്കുന്നുണ്ട്, ചാർവാകൻ തർക്കിക്കുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമല്ലേ? ഒരു കുട്ടി പാല് കുടിക്കുന്നു. ജനിച്ച് വീണ കുട്ടി എങ്ങനെയാണ് പാല് കുടിക്കുന്നത്? അതിന് പാൽ എവിടെയാണ് ഇരിക്കുന്നത്? അതിനെങ്ങനെ കുടിക്കണം? ഇതൊക്കെ അറിയാം. അപ്പോൾ തൊട്ടടുത്ത് മൃഗജന്മത്തിലോ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഒരു വിവരമില്ലാത്ത ജന്മത്തിലൂടെ കടന്നു വരുന്നതാണെങ്കിൽ പാല് കുടിക്കാൻ വിഷമമുണ്ടാകും. അല്ലാതെ തുടരെ ഇങ്ങനെ എത്രയോ ജന്മമെടുത്ത് കുടിച്ചതാണെങ്കിൽ അതിന് പരിചയമുണ്ടാകും. മുജ്ജന്മങ്ങളിൽ കുടിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് പാല് ആരും പറഞ്ഞു കൊടുക്കണ്ട, കുടിക്കാൻ അറിയാം. മനുഷ്യ ശിശുക്കൾ കുടിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നതിൽ നിന്ന് ഒരല്പം ഒന്ന് നമ്മൾ വ്യതിചലിച്ചു പോയി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന്. ഇപ്പോൾ അധര വ്യായാമം ചെയ്തു എന്ന് പറഞ്ഞു, പുരാണ പാരായണവും നാമസങ്കീർത്തനവും ചെയ്ത് ഭക്തി ഉള്ളിലില്ലാതെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് കാര്യമില്ല. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ മുജ്ജന്മ വാസന ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഈ ജന്മത്തിൽ അവർ കഴിഞ്ഞ ജന്മങ്ങളിൽ ഭക്തിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ജന്മത്തിലെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മുജ്ജന്മത്തിലെ ഒരു വാസനാ ബലവും കൂടി വേണം ഈ ജന്മത്തിൽ പെട്ടെന്ന് ആത്മീയതയിലേക്കുള്ള പ്രോഗ്രസ്. അതുകൊണ്ടാണ് ഇപ്പോൾ സാധിക്കാത്തത്. അപ്പോൾ പെട്ടെന്ന് ഒരാളിന് ഇൻട്രസ്റ്റ് വരണമെങ്കിലും മുജ്ജന്മ വാസനയുള്ള ആളിന് മാത്രമേ ഇതൊക്കെ ചെയ്യാനുള്ള വാസന കിട്ടൂ, ഇല്ലാതെ കിട്ടില്ല. ഇപ്പം ഞാൻ തന്നെ എനിക്ക് പരിചയം ഉള്ളത് എൻ്റെ അനുഭവം ഞാൻ പറയാം. അനുഭവത്തിലോട്ട് കിടക്കാം. എനിക്കൊരു മാമിയുണ്ടായിരുന്നു. അവർക്ക് ജടയും ഒക്കെയുണ്ട്. അവർക്ക് ജ്ഞാനദൃഷ്ടിയുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ മുമ്പിൽ വന്നിരുന്നാൽ അവർക്ക് നമ്മൾ എവിടെ നിന്ന് വരുന്നു, അച്ഛൻ്റെ അമ്മയുടെ പേരെന്ത്, ഇതൊക്കെ അവർക്ക് പറയാനുള്ള കഴിവുണ്ട്. അതെങ്ങനെയെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് മാമിയോട്. ബന്ധുവാണല്ലോ. അപ്പോൾ മാമിയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് കഴിയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഇത് നമുക്ക് മുമ്പിൽ തുറന്ന് പിടിച്ച് കാണാം. അതായത് നീ ഇപ്പോൾ വരുന്നത് നിൻ്റെ വീട് എവിടെയെന്ന് ആ വീട് മൊത്തം ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛനും അമ്മയും ആരെന്ന് ദേവതമാർ വന്ന് കാതിൽ പറഞ്ഞു തരും. അത് വെച്ചിട്ടാണ് പെട്ടെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞാനന്ന് ഈ ഡിഗ്രിക്കൊക്കെ ഡിഗ്രിക്കല്ല ഒരു 16 വയസ്സൊക്കെ പ്രായമുള്ളൂ എനിക്ക്. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് ഒക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ ഇതൊക്കെ കൊള്ളാമല്ലോ. പിന്നെ പറയുന്നത് ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രൻ്റെ വട്ടത്തിനുള്ളിൽ ശ്രീരാമനെയും സീതയെയും ഇങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞു. ലക്ഷ്മണനെ പാമ്പായിട്ട് ഇങ്ങനെ കാണിക്കും. പിന്നെ രാത്രി സമയമാണെങ്കിൽ ആ നമ്മുടെ പറമ്പ് മുഴുവൻ ഒരു പച്ച വെളിച്ചത്തിൽ ആ പറമ്പിൽ ഉറുമ്പരിക്കുന്നത് സഹിതം വളരെ വ്യക്തമായിട്ട് നമുക്ക് മുമ്പേ കാണാൻ സാധിക്കും. ഒരു കള്ളം വന്നിരുന്നാലും എല്ലാം അറിയാൻ സാധിക്കും. ഒരാൾ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ മൊത്തം കാര്യങ്ങളും അവർക്കറിയാൻ സാധിക്കും. അത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിട്ടുണ്ട്. ചില്ല് ഇട്ട അലമാരയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണോ ഞാൻ കാണുന്നത്
അതുപോലെയാണ് ഒരാൾ വന്നിരുന്നാൽ അയാളുടെ ഉള്ളു മുഴുവൻ എന്ത് ചെയ്യാൻ സാധിക്കും, അയാൾക്ക് കാണാൻ സാധിക്കും. അത് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ അദ്ദേഹം പോയ സമയത്ത് കുറച്ച് പേര് ഈ സ്വാർത്ഥമതികളായ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവരുടെ കണ്ണുകൾ കണ്ട അദ്ദേഹം കണ്ണ് കണ്ടാൽ തന്നെ അദ്ദേഹത്തിന് ഇത് വായിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചിത്രരൂപത്തിൽ സിനിമ കാണുന്നത് പോലെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും ഇവൻ ആൾ പെശകാണ്. അപ്പം ഉടനെ തന്നെ എടുത്ത് പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വിട്ടുപോകും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു കഴിവ് ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ മാമിയോട് ചോദിച്ചു, മാമി എനിക്ക് ഈ രാമനാമമൊക്കെ ജപിച്ചാൽ എനിക്ക് കാണാൻ സാധിക്കുമോ? ഓ, കാണാൻ സാധിക്കും. 3000 തവണ ജപിച്ചാൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഞാനിവിടെ 3000 തവണ ജപിച്ചു, കണ്ടില്ല. അപ്പോൾ ഇത് ശരിയാവുമോ? ശരിയാകില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്? അത് ആരെങ്കിലും നമ്മുടെ പ്രാണശക്തി പിടിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ചെയ്യുന്ന ഇത് പ്രാണൻ്റെ ബലമുണ്ടല്ലോ, ഇത് നാമം ചൊല്ലും തോറും പ്രാണശക്തി വർദ്ധിക്കും. അപ്പോൾ ഈ കീർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഏതൊരു സാധന ചെയ്യുമ്പോഴും കുണ്ടലിനി ശക്തി അകമേ ഉണർന്നുയരുമെന്നാണ് പറയുന്നത്. കുണ്ടലിനിയുടെ ഒരു സ്പാർക്കിങ് മാത്രമാണ് ഉയർന്നു കയറുന്നത്. കുണ്ടലിനി പൂർണ്ണമായിട്ട് ഉണർന്നിട്ടില്ല. അപ്പോൾ ബോധത്തിൻ്റെ ചെറിയ ഒരു അംശം ഉയർന്നു കയറിയാൽ മാത്രമേ അവൻ എന്തെങ്കിലും വിവരം ഉള്ളൂ. അങ്ങനെയുള്ളവനെ സംസാരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ പൂർണ്ണമായും ഉയർത്താനാണ് യോഗികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് നമ്മുടെ വീര്യത്തെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ട് വീര്യത്തെ ഓജസ്സാക്കി മാറ്റി ശിരസിൽ സംഭരിച്ചിട്ട് അത് ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിക്കും. അത്രയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീര്യത്തെ സംരക്ഷിച്ചാൽ, വീര്യം എന്ന് പറഞ്ഞാൽ ബീജം, പുരുഷന്മാർക്ക് വീര്യം, സ്ത്രീകൾക്കാണെങ്കിൽ രേതസ് എന്ന് പറയും. അതാണ് ഊർധ്വരേതസ് എന്ന് പറയുന്നത്. രേതസ്സിനെ മുകളിലേക്ക് ഉയർത്തണം. അത് മുകളിലേക്ക് അങ്ങനെ ഉയർത്താൻ എന്ന് പറഞ്ഞാൽ ഇത് പാലിക്കുന്ന ഒരാളിന് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈംഗികമായ ഈ ഊർജ്ജത്തിൻ്റെ ഒരു ബലം കൊണ്ട് നമുക്ക് അത് ബ്രെയിനിന് വേണമെന്നാണ് പറയുന്നത്. തലച്ചോറിലൊരു മഞ്ഞ സാധനം ഉണ്ടെന്നും മഞ്ഞ സാധനത്തിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് ബ്രഹ്മചര്യം വേണം, ബ്രഹ്മജ്ഞാനം നേടണമെങ്കിൽ എന്ന് പറയും. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന ആ ടോപ്പിക്കിൽ നിന്നൊരല്പം പിന്നെയും മാറി. അപ്പോൾ ഈ 3000 തവണ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇതിപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനെയാണെങ്കിൽ? അപ്പം ഞാൻ മാമിയോട് പറഞ്ഞ് ഞാൻ വീണ്ടും ജപിക്കട്ടെ എന്ന് പറഞ്ഞു. ഓ, ജപിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 16 ദിവസം ഞാൻ എനിക്ക് രൂപം കണ്ടുകൂടല്ലോ, അതുകൊണ്ട് രാമ എന്ന അക്ഷരം എഴുതി വെച്ചതിന് ശേഷം മുമ്പിൽ എഴുതി വെച്ചതിന് ശേഷം ഇതിൽ നോക്കിക്കൊണ്ട് ഞാൻ ജപിച്ച് വന്നിട്ട് എനിക്ക് ആകപ്പാടെ വെപ്രാളം എടുക്കുന്നു. ശാരീരികമായ അസ്വസ്ഥത, ഒരു നിവൃത്തിയില്ല. ഊണിലും ഉറക്കത്തിലും ജപിക്കാം. അങ്ങനെ ഒരു 16 ദിവസം വരെ ഞാൻ ജപിച്ചു. ഒരു പ്രോഗ്രസ്സും ഇല്ലെന്ന്, ചുമ്മാ സമയവും പോയി, മെനക്കെട്ടു എന്നല്ലാതെ യാതൊരു ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാനിത് ആകെ വിഷമിച്ചു. 16ാമത്തെ ദിവസം ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് ശ്രീരാമനെ കുറേ ചീത്ത വിളിച്ചു പോകുമല്ലോ, ഒരു ഉപകാരവുമില്ല, ഇതൊന്നും ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിലെത്തി. എന്നിട്ട് മാമിയുടെ അടുത്ത് ചെന്നപ്പോൾ മാമി പറഞ്ഞു, എന്തായാലും ഞാനൊന്ന് അമ്മയോട് ചോദിച്ച് പൊരുൾ പറയുന്നു. അപ്പോൾ അനുഗ്രഹിച്ച് അരുൾ പറയുന്നുണ്ടല്ലോ, ആ അമ്മ വന്നു. പരാശക്തി എന്നിപ്പോൾ അവരുടെ ദേവതയാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അമ്മേ, ഞാൻ ഇത്രയൊക്കെ ജപിച്ചിട്ട് ഒന്നും ചോദിച്ചില്ല, ഇങ്ങോട്ട് തന്നെ എല്ലാം പറഞ്ഞു. അത് നീ ചിന്ന കുളന്തയല്ലേ എന്നാദ്യം പറഞ്ഞു. നിനക്ക് ലോകാനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ലോകാനുഭവം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. നീ ലോകത്ത് ജനിച്ചു, അതൊക്കെ ശരി തന്നെ. നിനക്ക് പൂർവ്വജന്മത്തിൽ ആ കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ജന്മത്തിൽ നീ നിൻ്റെ കർത്തവ്യങ്ങളിലേക്ക് കടന്നേ പറ്റൂ. നിനക്കൊരു ജോലി ഉണ്ടാകണം, ഭാര്യ, ഒരു കുടുംബം ഉണ്ടാകണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിലേക്ക് വരാൻ. അതുകൊണ്ടാണിത് തടയുന്നത്, വിധി തടയുന്നത് എന്ന് പറഞ്ഞു. അല്ലാതെ നിന്നോടുള്ള ഒന്നും ഇല്ല. അപ്പം ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതമ്മ കാര്യം പറഞ്ഞു. അതുകൊണ്ട് നിനക്കൊരു 28-29 വയസ്സാവുമ്പോൾ നിനക്ക് ഫുൾ പവർ വരും. ആ സമയത്ത് നിനക്കിതെല്ലാം കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു.
അതുപോലെ ആ അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ കാത്തിരുന്നു. ഏതാണ്ട് ഞാനിപ്പോൾ 16 ദിവസം വരെ ഇങ്ങനെ ചെയ്തല്ലോ, ചെയ്തിട്ട് യാതൊന്നും കണ്ടില്ല അമ്മയെന്ന് പറഞ്ഞു. കൊഞ്ചമെങ്കിലും പാർക്കതുണ്ടവാ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇരുന്നിട്ട് എനിക്ക് അമ്മയുടെ പവർ എടുത്ത് എനിക്ക് ഇട്ട് തന്നിട്ട് ചോദിക്കുകയാണ്, കൊഞ്ചമെങ്കിലും പാർക്കതുണ്ടവാ. ഞാൻ പറഞ്ഞു, ഒന്നും കാണുന്നില്ല അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ല. സ്വപ്നത്തിൽ പോലും ഒന്നും കാണുന്നില്ല. ഇല്ല, ഒന്നുമില്ല. ശരി. അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു. 29 വയസ്സ് കഴിഞ്ഞു, നിവർത്തിയില്ല. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. 16 ദിവസം ഞാനിങ്ങനെ രാമ രാമ എന്ന് ജപിച്ചിരുന്നല്ലോ. കുറേ കാലം കഴിഞ്ഞ് 16 ദിവസത്തിന് ശേഷം ഈ അമ്മയുടെ ഈ അരുളപ്പാടൊക്കെ കേട്ടിട്ട് അമ്മ എന്നോട് പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ രാത്രി കിടക്കാൻ നേരത്തും രാമനാമം ചൊല്ലുക, കുറച്ച് നേരം ചൊല്ലാൻ പറഞ്ഞു. അതിൻ്റെ ഒരു ക്രമം പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. മുൻപിൽ ഗണപതിയെ സ്തുതിക്ക വേണം എന്ന് പറഞ്ഞു. ആദ്യം ഗണപതിയെ ഒന്ന് വന്ദിക്കണം, അത് കഴിഞ്ഞിട്ട് സരസ്വതി മാതാവിനെ വന്ദിക്കണം, അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ദേവിയെ വന്ദിക്കണം, അത് കഴിഞ്ഞിട്ട് നിലം തൊട്ട് 3 പ്രാവശ്യം ഭൂമാതാവിനെ വന്ദിക്കണം. അതിനുശേഷം വിഷ്ണുനാമങ്ങൾ ചൊല്ല വേണമെന്ന് പറഞ്ഞു. രാമനാമത്തെക്കാളും വിഷ്ണുനാമത്തേക്ക് ശക്തി കിടക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ശ്രീരാമനെയല്ലേ ഉപാസിച്ചത്, അതുകൊണ്ട് ഒരല്പനേരം ഈ നാമം ചൊല്ലിയിട്ട് നാരായണ നാമം ചൊല്ലിയതിന് ശേഷം പിന്നെ ശ്രീരാമനാമം ചൊല്ലാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചൊല്ലിയപ്പോഴോ എനിക്ക് ഒരു വല്ലാത്തൊരു പവർ വന്നു അണയുന്നത് എനിക്ക് മനസ്സിലായി. അതായത് ഈ ബോഡി മൊത്തം എനർജറ്റിക്കായതിന് ശേഷം ഒരു വലിയ പാറക്കല്ല് പിടിച്ച് നെഞ്ചിൽ എത്ര വച്ചാൽ എങ്ങനെയുള്ള ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയിറ്റ് അനുഭവിക്കാൻ തുടങ്ങി. ഒരല്പനേരത്തേക്ക് ചൊല്ലുമ്പോഴേക്കും ആ ബോഡി വെയിറ്റ് അനുഭവപ്പെടാൻ തുടങ്ങി. പക്ഷേ ഒരു സ്വപ്നത്തിൽ പോലും ഒരു ദർശനം കാണുന്നില്ല, യാതൊന്നും കാണുന്നില്ല. ഇതിന് ശേഷം അങ്ങനെ വർഷങ്ങൾ കുറേ കഴിഞ്ഞു. 24 വയസ്സ് ഏതാണ്ട് പൂർത്തിയാകുന്ന സമയം. ആ സമയത്ത് ഞാൻ BEdന് പഠിക്കുകയാണ്. BEdന് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ആകെപ്പാട് ശരീരത്തിന് വല്ലാത്ത അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു സമയമാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിലൊക്കെ ഉള്ള ആത്മീയമായ പല സൈക്കിക് അറ്റാക്കുകൾ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിട്ട് ഞാനിങ്ങനെ ലളിതാ സഹസ്രനാമം എടുത്ത് വെച്ച് വായിച്ചിട്ട് പറഞ്ഞ്, എന്നെ നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് എന്നെ എത്തിക്കണം, എനിക്ക് ബോഡി മൊത്തം പെയിനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് നിന്നു. ഇപ്പോൾ സ്ഥലം കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, ഇത് എല്ലാം ഡീറ്റെയിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ ബോഡിക്കുള്ളിൽ 12ഓളം ദുരാത്മാക്കൾ ഈ ബോഡിയിൽ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നുവെന്ന് പറഞ്ഞു കേട്ടു. എന്നിട്ട് ഈ 12ഓളം ഈ ദുരാത്മാക്കൾ 3 സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. 5 പേരടങ്ങുന്ന ഒരു സെറ്റ്, 3 പേരടങ്ങുന്ന ഒരു സെറ്റ്, 4 പേരടങ്ങുന്ന ഒരു സെറ്റ്, 4, 3, 7, 5, 12. ഈ സെറ്റുകൾ ഓരോന്നും അതിലെ ഓരോ വ്യക്തികളാണ്, നേതാക്കളാണ് വന്ന് ആദ്യം ബോഡിയിലേക്ക് ഇറങ്ങിയിട്ട് ഇത് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ഗുണ്ടായിസം ഉണ്ടല്ലോ, ആത്മീയ ലോകത്തെ ഗുണ്ടായിസമാണ് ഈ ദുരാത്മാക്കളെ വിട്ടുള്ള ഈ പ്രാണശക്തിയെ പിടിക്കുന്ന പരിപാടി. നമ്മൾ ചെയ്യുന്ന പ്രാണശക്തി മുഴുവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കട്ടുകൊണ്ട് പോകുന്ന രീതിയാണ്. ഇതിന് പല പേരുകളിലൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ മാമിയോട് ചോദിച്ചപ്പോൾ മാമി പറഞ്ഞത് ഈ ഭൂമിപാശം ഇട്ടിട്ടാണ് പിടിക്കുന്നത്. അതായത് സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ട് പോയ ആ ഒരിത് ലക്ഷ്മണ രേഖ വരച്ചിരിക്കുന്നത് കൊണ്ട് ഭൂമിയോടുകൂടി എന്തോ എടുത്തുകൊണ്ട് പോയി, അപ്പോൾ അങ്ങോട്ട് കടക്കാൻ നിവർത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഖഡ്ഗരാവണ കർമ്മമെന്നോ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പല കർമ്മങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. അതായത് ഈ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് നമുക്ക് മറ്റ് തലമുറയിലേക്ക് പകർന്നു തരാൻ ആരുമില്ല. അപ്പം ഞാൻ കേട്ടിട്ടുള്ളത് സത്യമോ അസത്യമോ എന്തായിക്കൊള്ളട്ടെ, ഈ ഭൂമിപാശം കൊണ്ടാണ് ഈ പ്രാണശക്തി പിടിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രാണായാമം ചെയ്ത് നല്ല പരിചയമുള്ള ഒരാൾ, യോഗിക് പവറുള്ള ഒരാളിന് മറ്റൊരാളിൻ്റെ പ്രാണശക്തി പിടിക്കാൻ സാധിക്കും. പിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവന് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രാണശക്തിയെ വർദ്ധിപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ പ്രാണശക്തി പ്രധാനമാണ്. എത്രത്തോളം ചെയ്യുമോ അത്രയും ബോഡിയിൽ എനർജി ഉണ്ടായാൽ മാത്രമേ ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ സാധിക്കൂ, ബോധത്തെ പ്രദാനം ചെയ്യുന്ന ശക്തിയെ ഉണർത്താൻ സാധിക്കൂ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഗുരുവിൻ്റെ അടുക്കൽ തന്നെ പോകണമെന്ന് പറയുന്നത്. ആരും മറ്റൊരാളിൻ്റെ കീഴിൽ പോകാതെ ആർക്കും ഒരു വഴികാട്ടാൻ പറ്റില്ല. എനിക്ക് ഒരു 2 ദിവസം മുമ്പ് എനിക്കൊരു ദർശനം കിട്ടിയതാണ്.
ആ ദർശനത്തിൽ ഇങ്ങനെ കാണിക്കുന്നത്, ഞാനൊരു നദിയിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അപ്പം നദിയിൽ നല്ല ക്ലിയർ വാട്ടർ കിടക്കുന്നു. ആ വാട്ടറിലേക്ക് നോക്കിയപ്പോൾ ആഴത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് മീനുകൾ, പലതരത്തിലുള്ള മീനുകൾ കിടപ്പുണ്ട്, വലുതും ചെറുതുമായിട്ട്. പലതും വളർന്ന് നിൽപ്പുണ്ട് ഉള്ളിൽ. അപ്പം ഞാൻ ഇറങ്ങാനായിട്ട് കാല് അങ്ങ് വയ്ക്കുകയാണ്. പെട്ടെന്ന് നോക്കിയപ്പോൾ അഗാധമായിട്ട് കാണുന്നു ജലം ഒരു ഭാഗത്ത്. അത് ആ കാല് വയ്ക്കുന്നിടത്ത് ഒരു വലിയ ഗർത്തമാണ്, കുഴിയാണ്. ഞാൻ കാല് വയ്ക്കുകയാണ്. അപ്പം എൻ്റെ വിചാരം മുട്ടിന് താഴെ അല്ലെങ്കിൽ ഇത്ര വരെ വെള്ളമേ ഉണ്ടാകൂ, മുട്ടിന് ഒരല്പം മുകളിലോട്ടുള്ള വെള്ളമേ ഉണ്ടാകൂ, എനിക്ക് അക്കരെ കടന്ന് പോകാം. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞ് കാലെടുത്ത് വയ്ക്കാൻ പോയപ്പോൾ ഞാനൊന്ന് അറച്ചു. പെട്ടെന്ന് ഈ ഗർത്തം കണ്ടതുകൊണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഒരു വഴികാട്ടി ഉണ്ടാകണമെന്നായിരിക്കാം ആ ദർശനത്തിലൂടെ എനിക്ക് തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പലവിധ അപകടങ്ങളും ഒളിഞ്ഞിരിക്കും. നമ്മളിപ്പോൾ എല്ലാം ക്ലിയറാണെന്ന് വെച്ച് മുമ്പോട്ട് പോയിരുന്നാലും ഒരു ഗുരുവിനെ കൂട്ടാതെ മുമ്പോട്ട് പോകരുതെന്നാണ് തെളിയുന്നത്. അപ്പോൾ ഈ ദർശനങ്ങളൊക്കെ കിട്ടുന്ന ഇപ്പോൾ 52-53 വയസ്സ് പ്രായമാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 25 അല്ലെങ്കിൽ 52-25 അല്ലേ, അല്ലെങ്കിൽ 53. ആ വർഷം അത്രയും ഗ്യാപ്പ് വന്നു എന്നാണ്. ഇതൊക്കെ കാണാനും കേൾക്കാനും എനിക്ക് സാധിച്ചത് അന്ന് എനിക്ക് സാധിച്ചില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, നേരെ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അത് പിന്നീടൊന്ന് ഓർമ്മിപ്പിച്ചാൽ അത് പറയും. അപ്പോൾ ഇതിന് ശേഷം ഇത്രയും ഈ പിശാചുക്കളെ, ദുരാത്മാക്കളെ എൻ്റെ ശരീരത്തിൽ നിന്ന് നീക്കിയതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി തിരിച്ച് ചെന്നില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, എനിക്ക് ബോഡിക്ക് പെയിൻ ഉണ്ടാവുകയാണ്. പലതരത്തിലുള്ള ഇത് വീണ്ടും വർദ്ധിച്ചു. അപ്പം ഞാൻ വീണ്ടും തിരിച്ച് ആ അമ്മയുടെ അടുക്കലേക്ക് വരുന്നു. ആ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, വീണ്ടും ഇതേപോലെ ദുരാത്മാക്കളെ വിട്ടിരിക്കുകയാണ്, ബാധകളെ വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, വീണ്ടും ഇതിനെ മാറ്റി. അങ്ങനെ ഒരു 7-8 തവണ വരെ ഞാൻ ഇത് ചെയ്തു. അതിനുശേഷം ഞാൻ സഹിക്ക വയ്യാതെ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഇതൊന്നും മാറ്റാനൊന്നും വയ്യ, ഞാൻ ചത്തുപോവേ ഉള്ളൂ എന്ന് ഇങ്ങനെ ദയനീയമായിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. നിൻ്റെ മുന്നിലും പിന്നിലും വശങ്ങളിലും മുകളിലും ഞാനുണ്ടെന്ന് പറഞ്ഞു. ഇനി നീ അത്ഭുതങ്ങൾ കാണും എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ പ്രകാശം കാണും, ഇപ്പോഴല്ല, നീ കുടുംബമൊക്കെ ആയിട്ട് വാ, കുറേ കാലം കഴിഞ്ഞു പോകട്ടെ. ഇപ്പോൾ എൻ്റെ ഉപാസ്യദേവത ആരാണെന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. നിനക്കെന്നെ ഹൃദയത്തിനുള്ളിൽ കാണാൻ സാധിക്കും. അപ്പം നിനക്ക് സന്തോഷം വരും. ഇപ്പം നിനക്ക് ജോലി വേണം, ഒരു കുടുംബം വേണം, ഇതെല്ലാം കഴിയട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, എനിക്ക് നേരെ സന്യാസത്തിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ വേറെ രീതിയാണ്. ആ രീതി അത് അവിടെ കൊണ്ട് ഞങ്ങളുടെ കാലത്തോടു കൂടി അത് നിന്നു. ഇനി കുടുംബമായിട്ട് വന്നതിന് ശേഷം മാത്രം മതി ഇതൊക്കെ തെളിച്ചു കൊടുക്കുന്നത്, അതുവരെ. അപ്പോൾ ഈ നന്മ തെളിച്ചു കൊടുക്കണമെങ്കിൽ എല്ലാ തിന്മകളും അനുഭവിച്ച ശേഷം ഈ നന്മ തെളിച്ചു കൊടുക്കും. എല്ലാ ലോകാനുഭവങ്ങളും ഉണ്ടാകണം. അങ്ങനെ ഒരു 103-102 മുക്തി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ജന്മത്വ മുക്തി എന്ന് പറയുന്നത്. എനിക്ക് 3 മുക്തികളെ അറിയാവൂ. ജന്മത്വ മുക്തി, ജന്മം കൊണ്ട് മോക്ഷം അടയുക. പിന്നെ ബ്രഹ്മത്വ മുക്തി, അത് ബ്രഹ്മസാക്ഷാത്കാരം നേരത്തെ പോയി. പിന്നെ കുടുംബമുക്തി, കുടുംബമായി ജീവിച്ചതിന് ശേഷമേ പിന്നെ അതിൽ നിന്ന് മോചനം കിട്ടി വന്നതിന് ശേഷമേ ഈ ജന്മത്വ മുക്തിയും ബ്രഹ്മത്വ മുക്തിയൊക്കെ അടയും. പിന്നെ അതിൽ വേറെ മുക്തികൾ ഒരുപാടുണ്ട്, പേരെനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇതൊക്കെ ഈ മാമിയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അടയുക എന്ന് പറഞ്ഞാൽ ഈ രാമനാമം ചൊല്ലി ഇത് ഒരുപാട് പ്രയത്നിച്ചല്ലോ. പ്രയത്നിച്ചിട്ടും എനിക്കിതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതെല്ലാം അടഞ്ഞു വന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമാവാത്തത് കൊണ്ട് ഇത് പലരും പല രീതിക്ക് ഉപദ്രവങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഉപദ്രവം ചെയ്യുന്ന ഈ ബാധകളെയൊന്നും എനിക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഉപാസ്യ ദേവതയോട് പറഞ്ഞു, എനിക്കിതൊക്കെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ, കല്യാണം കഴിച്ചു പോയാൽ ആ ഒരു പ്രാണശക്തിയുടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. കഴിച്ചു പോയാൽ പിന്നെ പാടാണ്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബമുക്തി മുഴുവൻ എടുത്ത് നിറവേറ്റിയാൽ മാത്രമേ പിന്നീട് നമുക്കിത് തെളിച്ചു തരും. അതുകൊണ്ടാണ് ഈ വിവേകാനന്ദ സ്വാമിക്ക് ഈ ആദ്യം ബ്രഹ്മജ്ഞാനം ഉണ്ടായതിന് ശേഷം പിന്നീട് അദ്ദേഹം വളരെ കാലം ശ്രമിച്ചിട്ടുണ്ട്. സ്വയം ശ്രമിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല.
അപ്പോൾ ശിഷ്യനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ആ പഴയ അനുഭവം എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും പൂർത്തിയായില്ല, അതുകൊണ്ട് ഗുരുനാഥൻ എന്ത് ചെയ്തു, പൂട്ടി താക്കോൽ കയ്യിൽ വച്ചിരിക്കുകയാണ്, തുറന്നു തരൂല എന്ന് പറയും. അപ്പോൾ ഈ മാമി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് പറഞ്ഞതാണ് 16, 17, 18 വയസ്സൊക്കെ ഉള്ളപ്പോൾ പറഞ്ഞ് ഹൃദയവാതിൽ തുറക്കുമെന്നാണ് പറയുന്നത്. നമ്മളിത് ചെയ്യുന്ന സാധനങ്ങളിൽ ഹൃദയവാതിൽ തുറക്കും. ഹൃദയവാതിൽ തുറന്നാൽ എന്തും കാണാം എന്ന് പറയും. അപ്പോൾ മാമിക്ക് കാണാൻ സാധിക്കുന്നു, എനിക്കിതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നേരത്തെ ചോദിച്ച ആ ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യമാണ്. എനിക്കെത്ര പ്രോഗ്രസ് ഉണ്ടായി, ഞാൻ എത്രയോ കാലം ചെയ്തു, എത്രയോ വർഷം എടുത്തു. അതിനുശേഷമാണ് പിന്നീട് എനിക്ക് ദർശനങ്ങളും ഇതൊക്കെ എല്ലാം ഉള്ളിൽ തുറന്ന് എന്തൊക്കെ അനുഭവങ്ങളുണ്ടായെന്ന് തുറന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ വെളിപ്പെടുത്തേണ്ടി വരുന്നുണ്ട് മാത്രം. അപ്പോൾ ഈ നാമജപത്തിലൂടെ നമ്മൾ പ്രോഗ്രസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പ്രോഗ്രസ് ഉണ്ടായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ രാമ എന്ന നാമം ജപിച്ചിട്ട് ഒരാൾ, രാംദാസ് എന്ന് പറയുന്ന ഒരു ഗുരു, അദ്ദേഹം കാഞ്ഞങ്ങാടുള്ള ആളാണ്. അദ്ദേഹം സമാധി തലം വരെ എത്തിയത് അങ്ങനെയാണ്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, ശിഷ്യന്മാരൊക്കെ എല്ലാം രാമ എന്നുള്ള നാമം കൊണ്ട് തന്നെയാണ് അവർ സമാധി തലത്തിലെത്തിയത്. വേറൊരു ക്രിയായോഗമോ യോഗസാധന പ്രാണായാമോ ഒന്നും അവർ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെപ്പോലുള്ളവർ അത് ചെയ്യണമെന്ന് പറയുന്നത്, ക്രിയായോഗ ചെയ്യുകയാണെങ്കിൽ ക്രിയായോഗത്തിലൂടെ നമുക്ക് പ്രാണായാമങ്ങൾ, ഹഠയോഗം, ഇതൊക്കെ നമുക്ക് നമ്മുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തി ശരീരത്തിലുള്ള നാഡി ശുദ്ധി വരുത്തി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗം തന്നെ ആത്മീയമായ പുരോഗതി ഉണ്ടാകും. അത് നേരത്തെ ഞാൻ പറഞ്ഞ സുഷുമ്ന പ്രാണായാമം, ക്രിയാപ്രാണായാമം ഉണ്ടല്ലോ, അത് ഒരു അര മിനിറ്റ് ചെയ്യുമ്പോൾ ഒരു വർഷത്തെ എല്ലാം കടന്നു പോവുകയാണ്. ഒരു വർഷത്തെ അത്രയും അത് പ്രോഗ്രസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഓരോ വർഷവും അപ്പോൾ അര മിനിറ്റായി, അടുത്ത അര മിനിറ്റ് കഴിയുമ്പോൾ 2 വർഷമായില്ല, 2 വർഷത്തെ ആ നേട്ടം കിട്ടി. അപ്പോൾ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാം. അപ്പോൾ പ്രോഗ്രസ് ഉണ്ടാകണമെങ്കിൽ ഈ കാലത്ത് എന്ത് ചെയ്യണം? ക്രിയാപ്രാണായാമം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആനാപാനസതി മെഡിറ്റേഷൻ ഉണ്ട്. അത് തന്നെ ബുദ്ധൻ പഠിപ്പിച്ചത് 25 എത്രയോ ടൈപ്പ് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അതിൽ 1 or 2 ടൈപ്പുകളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് നമ്മൾ ചെയ്ത് ശീലിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ കാലം പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് കടന്നു വരാൻ സാധിക്കൂ. ഒന്നാമത് മനുഷ്യന് ക്ഷമയില്ല. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ ദർശനം ഉണ്ടായില്ല, ഇതുണ്ടായില്ല, വെറുതെ എന്തിനിതെല്ലാം കടന്ന് ചെയ്യുന്നു. ഇതെല്ലാം ഒറ്റയ്ക്ക് നേടേണ്ട കാര്യങ്ങളാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. സ്വയം ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ. ആ മനസ്സിനെയാണ് നമ്മൾ നീട്ടുന്നത്. നീട്ടുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ പൂർവ്വജന്മങ്ങളിൽ അനുഭവിച്ച എല്ലാ വാസനകളും കെട്ടുകണക്കിനിരിക്കുകയാണ്. അതെല്ലാം എടുത്ത് ഈ വിഷം വമിക്കുന്നത് പോലെ എടുത്ത് ചാടുമ്പോൾ ഇത് നിയന്ത്രിച്ച് നിർത്താൻ നമ്മളെ ബോഡിക്ക് താങ്ങില്ല. അതാണ് വിവേകാനന്ദ സ്വാമികൾ തന്നെ പറയുന്നത്, നല്ല ആരോഗ്യമുള്ള ഒരുത്തന് മാത്രമേ, ആരോഗ്യമുള്ള മനസ്സ് വേണം, ആരോഗ്യമുള്ള ശരീരം വേണം, അവന് മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റൂ. മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകും, അത് തരണം ചെയ്യണമെങ്കിൽ അവൻ്റെ ബോഡി ശക്തമായിരിക്കണം. അപ്പോൾ ആത്മജ്ഞാനിയാകാൻ ശ്രമിക്കുന്ന ആളിന് നല്ല ആരോഗ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ കാലത്ത് ക്രിയായോഗം ചെയ്യണം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകും. ഇപ്പം നേരത്തെ ചോദിച്ചു എന്താ പ്രോഗ്രസ് ഉണ്ടാകാത്തതെന്ന്. അപ്പോൾ അത് മുജ്ജന്മ വാസനയ്ക്ക് അനുസരിച്ചാണ്. നാമജപമൊക്കെ മുജ്ജന്മത്തിലെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോഗ്രസ് കിട്ടും. അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, എത്രയോ വർഷങ്ങളുടെ ഗ്യാപ്പ് വന്നു. അപ്പോൾ എനിക്ക് ഗുരു പറഞ്ഞ അനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വന്നിട്ട് നാമം ജപിക്കാൻ തുടങ്ങി. അപ്പം നോക്കണം, ഈ ശരീരത്തിൽ കെട്ടിക്കിടന്ന ഈ ബാധകളെയെല്ലാം നീക്കം ചെയ്തതിന് ശേഷമാണ് സഹികെട്ട് ഞാൻ അത്രയും അനുഭവിച്ചു. വർഷങ്ങളോളം ഈ യാതന കൊണ്ട് നടന്ന് അനുഭവിച്ചു. വർഷങ്ങളോളം ഈ ദുരാത്മാക്കൾ കയറി പീഡിപ്പിച്ചതാണ് ഈ ശരീരത്തെ. അപ്പം ഇടയ്ക്ക് വരുമ്പോൾ പിന്നെയും വൈഡായിട്ട് പോകുന്നതിന് കാരണമുണ്ട്. ആ പോയിൻ്റ് പറയാതെ ഈ പോയിന്റിലേക്ക് വരുന്നത്. അപ്പം ഞാനൊന്ന് ഈ ബൈബിളിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ ഒരാൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ എത്ര പേരെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അനേകായിരം എന്ന് പറഞ്ഞു. ലെഗ്യോൻ എന്നാണ് അവൻ്റെ പേര്. ഞങ്ങൾ അനേകായിരം പേരുണ്ട്. ഞങ്ങളെ പാതാളത്തിൽ അടക്കരുതേ, യേശുവിനോട്
ആ മനുഷ്യൻ വിളിച്ച് പറയുന്നു, ഞങ്ങളെ പാതാളത്തിലേക്ക് അടക്കരുതേ എന്ന് ആ മനുഷ്യൻ വിളിച്ച് പറയുകയാണ്. അതിലുള്ള ദുരാത്മാക്കളാണ് ഈ വിളിച്ച് പറയുന്നത്. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ യേശു പറഞ്ഞു, ഈ ദുരാത്മാക്കൾ ഒരുപാട് പേരുണ്ട്, ആ പന്നിക്കൂട്ടത്തിലേക്ക് യേശു പറഞ്ഞാൽ ആ സമയം ആ സ്പോട്ടിൽ അത് സാധിക്കുകയാണ്. അത്രയും വൈഭവമുണ്ട്, സിദ്ധിയുണ്ട്. ഉടനെ തന്നെ പന്നിക്കൂട്ടത്തിലേക്ക് ദുരാത്മാക്കൾ പോയി. പന്നിക്കൂട്ടം കടും തൂക്കത്തോടുകൂടി ഇത് സമുദ്രത്തിലേക്ക് ഇറങ്ങി മുങ്ങിച്ചത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഉയരം കൊണ്ടാണ് ഈ ദുരാത്മാക്കൾ പോയത്. അപ്പോൾ ആ മനുഷ്യന് ബോധം വന്നു. പിന്നെ മറ്റൊരു മനുഷ്യൻ്റെ അവൻ വലിയ കല്ല് വരെ, എത്രയോ വെയിറ്റുള്ള കല്ല് വരെ എടുത്തുകൊണ്ട് പോവുകയും അലറുകയും ചെയ്യുന്ന അവനിൽ നിന്നും ദുരാത്മാക്കളെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയാലല്ലാതെ ഒരു നാളും ഈ ജാതി ഒഴിഞ്ഞു പോവില്ല എന്ന് പറഞ്ഞു. കോഴി കൂവി. അപ്പോൾ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഒരു നാളും ഇത് ഒഴിഞ്ഞു പോകില്ല, ഈ ബാധകൾ, ഉപദ്രവങ്ങൾ എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കയറിയ ഈ ബാധകൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രോഗ്രസ്സോടുകൂടി എന്തെങ്കിലും പ്രാണശക്തി ചെയ്ത് പ്രാണായാമമൊക്കെ ചെയ്ത് ആ ദർശനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് വിഘ്നങ്ങളായിട്ട് അവർ മറയ്ക്കും. നമ്മളെ ബോധത്തെ, ആത്മബോധത്തെ മറച്ചു കഴിഞ്ഞാൽ ദുശ്ചിന്തകളിലേക്ക് പോകും, ദുർചിന്തകളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ മനസ്സങ്ങനെ പോകും. അപ്പോൾ ഇതൊന്നും പിന്നെ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല, കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇടക്കാലത്തൊരു സൈക്കോളജിസ്റ്റിൻ്റെ, ഒരു താന്ത്രിക ആചാര്യനാണ്, സൈക്കോളജിസ്റ്റാണ്, നല്ല വിദ്യാഭ്യാസം ഉള്ള ആളാണ്, ശ്രീധരൻ നമ്പൂതിരി സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടയ്ക്ക് കാണാനിടയായി. അപ്പോൾ അതിൽ അദ്ദേഹം ഒരുപാട് ദുരാത്മാക്കളുടെ സ്വാധീനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ദുരാത്മാക്കളെ പിടിച്ച് മാറ്റിയതിന് ശേഷമേ അദ്ദേഹം ശ്രീവിദ്യാ ദീക്ഷ കൊടുക്കാറുള്ളൂ, എങ്കിലേ പ്രോഗ്രസ് ഉണ്ടാവും. അപ്പോൾ ഈ ദുരാത്മാക്കൾ എൻ്റെ ശരീരത്തിൽ നിന്ന് പോയതിന് ശേഷം പിന്നെ ഞാൻ പണ്ട് ചെയ്ത സാധനയുണ്ടല്ലോ, രാമനാമം ജപിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ, രാമനെ ഒഴിച്ച് ഇനി ആ ദർശനത്തെക്കുറിച്ച് അങ്ങനെ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് മുഴുവൻ ഞാൻ എന്തൊക്കെയാണോ അന്ന് എനിക്ക് കാണാൻ സാധിക്കാത്തത് അത് ഓരോന്നോരോന്നായിട്ട് സ്വപ്നങ്ങളായിട്ട് ദർശിച്ചിട്ടുണ്ട്. അല്ലാതെ കണ്ണടച്ചിരിക്കുമ്പോൾ കണ്ണിൻ്റെ മുമ്പിൽ ഒരു 1000 വാട്ട് ബൾബിട്ട പ്രകാശത്തിൽ ഒരു ഇത്രയും ഇങ്ങനത്തെ ഒരു ഗ്യാപ്പിൽ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ജീവനോടുകൂടി ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ജീവനോടുകൂടി ഈ കണ്ണിങ്ങനെ അടച്ച് ബോധത്തോടുകൂടി ജീവനോടെ ഞാൻ കാണുന്നത്, അവർ ചലിക്കുന്നത് കാണാം, കണ്ണിൻ്റെ ചലനം കാണാം, ബോഡിയുടെ ചലനം കാണാം, ഇതെല്ലാം കാണാം. അങ്ങനെ കണ്ടിട്ടുള്ളതിൽ ഒരാളിൻ്റെ പേര് ഞാൻ പറയാം, യേശു ക്രിസ്തു. ജീവനുള്ള ദൈവം എന്ന് പറയുന്നത് അത് സത്യമാണ്, യേശു ക്രിസ്തു. മറ്റൊരാളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പിന്നെയും ഉണ്ട്, ഒന്നും പേരുകളൊന്നും വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതെല്ലാം കാണാൻ സാധിച്ചു എനിക്ക്. അപ്പോഴാണ് എനിക്ക് ഇത്രയും മനസ്സിലായത്, ഞാൻ ചെയ്തതിന് പ്രോഗ്രസ് ഉണ്ടായി എന്ന്. അതിനുശേഷം പിന്നീട് എന്താണ് ജ്ഞാനദൃഷ്ടി എന്ന് സന്യാസിമാർ അല്ലെങ്കിൽ യോഗിമാർക്ക് അനുഭവപ്പെടുന്ന ജ്ഞാനദൃഷ്ടി എന്താണെന്ന് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് പിന്നീടാണ്. അപ്പോൾ വിവാഹത്തിന് തൊട്ട് മുമ്പാണ്, 31-32 വയസ്സിലൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഒരു LED ക്യാമറ, ഒരു LED TV ഉണ്ടല്ലോ, അതായത് ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്, ഇത്ര വലിപ്പത്തിൽ, ഇത്രയും വിസ്താരത്തിൽ ഇങ്ങനെ ഒരു LED TV വന്ന് മുമ്പിൽ ഇങ്ങനെ നിന്നതിന് ശേഷം അതിനകത്തൂടെ അത് ഒരു ബൾബ് ഇടുന്ന പോലത്തെ പ്രകാശം ഉള്ളിലുണ്ടാകും. ആ പ്രകാശത്തിൽ ചൈതന്യമുള്ള ഇതാണ്. അതിൽ ഞാൻ കണ്ടത് കാശിയിൽ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ TV നമ്മൾ സഞ്ചാരം, ഈ യാത്ര ഇതൊക്കെ ഉണ്ടല്ലോ, അന്ന് ഈ യാത്രയുടെ ഇതൊന്നും ഇല്ല അത്രയും വർഷത്തിന് മുമ്പ്, ഇപ്പോഴൊക്കെ ഇത് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നു. സമുദ്രം കാണാം, സമുദ്രത്തിലെ ജലജീവികളെ കാണാം. ഇത് കണ്ണടച്ച് ഒരു ഉറക്കമുണ്ടല്ലോ, ഉറക്കമെന്ന് പറയാൻ പറ്റില്ല, ഉണർന്നിട്ടുള്ള അവസ്ഥയിലാണ് ഇത് കാണുന്നത്, കംപ്ലീറ്റ് ഇങ്ങനെ കാണാം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരീരത്തിൽ നുള്ളി നോക്കാറുണ്ട്, ഇത് ബോധം തന്നെയാണോ ഈ കാണുന്നത്? അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നല്ലോ, ഇതൊരു അത്ഭുതമാണല്ലോ. അപ്പം ചില പോർഷൻ എത്തുമ്പോൾ ഞാൻ പറയും, നിൽക്കി ഞാൻ പറയുന്നത് എനിക്കറിയാം, നിൽക്കി ഞാനത് കണ്ടോട്ടെ, കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ അതൊന്നും നോക്കാറില്ല, ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് കാണേണ്ട കാര്യങ്ങൾ മാത്രമേ കാണിച്ചു തരാറുള്ളൂ. അപ്പോൾ ഞാനപ്പോൾ സാധന ചെയ്യുകയാണ്. സാധന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, രാത്രി കിടക്കാൻ നേരത്ത് ഒരു 1000 തവണ, 1001 1008 തവണ വരെ എൻ്റെ ഉപാസ്യ ദേവതയുടെ നാമം ഞാൻ ജപിച്ചതിന് ശേഷമാണ് ഞാൻ കിടക്കുന്നത്. കിടന്ന് ഞാൻ ഏതാണ്ട് മയങ്ങുമ്പോഴേക്കും ഒരു 3 മണി അല്ലെങ്കിൽ 4 മണി അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം രാവിലെ ഉള്ള സമയത്ത് ഇതുപോലെ വിഷം കാണും. ആ വിഷം കണ്ടിട്ട് പിന്നീട് ഞാൻ എഴുന്നേക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ രാവിലെ 11 മണിക്ക് അല്ലെങ്കിൽ 10:30 മണിക്കൊക്കെയാണ് ഉണർന്നെഴുന്നേക്കുന്നത്. അതുവരെ ഒരു ബോധവുമില്ല. ആരൊക്കെ എന്ത് വിളിച്ചിരുന്നാലും എനിക്കറിഞ്ഞുകൂടാ. ശരീരം ഒരു മരവിച്ച കണക്ക്, അങ്ങനെ ഒരു കിടപ്പാണ്. അപ്പോൾ ഇതൊക്കെ സാധനാകാലത്ത് ഞാൻ അനുഭവിച്ചതാണ്. അപ്പോൾ വീട്ടിൽ അമ്മ വിളിക്കുന്നുണ്ട്, അച്ഛൻ വന്ന് വിളിക്കുന്നുണ്ട്, എഴുന്നേൽക്കുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടല്ലോ, ഞാനിത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഈ സീനറിയിൽ കംപ്ലീറ്റ് കാണുകയാണ്. ഇത് കണ്ടിട്ട് എഴിച്ചു വരുമ്പോഴാണ് തലയ്ക്ക് ഭാരം, നല്ല ക്ഷീണമല്ലേ, അപ്പോൾ തലവേദന എടുക്കും, ഉച്ചി ഉളച്ചിലുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഉറക്കമെന്ന് പറയുന്നത് നമുക്കൊരല്പ സമയത്തേക്കേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണർത്തിയിട്ടുള്ള ഈ പരിപാടികളാണ്. അപ്പോൾ ഇത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എനിക്ക്. ഞാൻ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സിൽ ചാടി കയറിയിട്ട് ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ബോധം കെട്ടിട്ട് ഞാൻ വന്ന് വീണ് ഈ ബസ്സിൻ്റെ നട്ടുണ്ടല്ലോ, ആ നട്ടിൽ വന്ന് ഇവിടം തല്ലി. അപ്പോൾ ബ്ലഡ് ഇങ്ങനെ പോകുന്നത് എനിക്കറിയാം. ബ്ലഡ് ഇങ്ങനെ അമ്മുമ്മ ഈ മുറുക്കാൻ തിന്നിട്ട് തുപ്പുന്നത് പോലെ കുറേ ചോര ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് മാത്രമേ എനിക്കറിയാം. പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ആൾക്കാരെന്നെ പിടിച്ച് ഒരു സീറ്റിൽ കൊണ്ടുവന്നിരുത്തി. പിന്നീട് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, ഇത് യാദൃച്ഛികമാണല്ലോ ഇത്. പിന്നീട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ, ഇതെന്ത് ഇങ്ങനെ സംഭവിച്ചല്ലോ. അപ്പോൾ പറഞ്ഞു, മുമ്പ് ഒരു ഉപാസ്യ ദേവത ഉണ്ടായിരുന്നല്ലോ, കുടുംബത്തിൽ വിളക്കൊക്കെ വെച്ച് പടമൊക്കെ വെച്ച് പൂജിച്ചിരുന്ന ആളുണ്ടല്ലോ, ആ ആളിനെ വിളിക്കാതെ ഇപ്പോൾ ആൾ മാറ്റിയല്ലേ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒന്ന് പരീക്ഷിച്ചതാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇതിൽ വേണം, പരീക്ഷിച്ചത്. അപ്പോൾ എനിക്ക് അത് മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ആദ്യം ലളിതാ സഹസ്രനാമം വായിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ നാമമാണ് ചൊല്ലുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ്, നീ ഏതെങ്കിലും ഒന്ന് ചെയ്യ്, രണ്ടും കൂടെ നിനക്ക് താങ്ങില്ല, അപ്പം നിൻ്റെ ബോഡിയിൽ താങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നിൽ പോയാൽ മതി, ഒരു ആളിൽ ഉപാസനാ ദേവത ഒന്ന് മതി, പലതിലായിട്ട് പോണ്ട. പിന്നെ അവരെ ഒന്ന് വണങ്ങുക, ആ വണങ്ങിയതിന് ശേഷം നമ്മൾ പ്രധാനം ഏതിലാണോ അതിലേക്ക് പോകാം. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഈ ഗ്യാപ്പ് വന്നപ്പോൾ പിന്നീട് ഞാനിതെല്ലാം നിർത്തിവെച്ചു. ആ സാധനാമാർഗം കണ്ടിന്യൂ ചെയ്തില്ല. അപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ദിവ്യദൃഷ്ടി, ജ്ഞാനദൃഷ്ടി എന്നൊക്കെ ഇവർ പറയുമല്ലോ. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കാണാൻ സാധിക്കില്ല, അവർ കാണിച്ചു തരുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അപ്പോൾ എനിക്കത് പോരാ, അതിനപ്പുറം പോകണം. അപ്പം ഞാൻ ചെന്ന് വീണ്ടും പരാതി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മനിത, 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടാണ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, 2ൽ പഠിച്ചിട്ടാണ് 3ലേക്ക് പോവേണ്ടത്. സമയമായാൽ മാത്രമേ എല്ലാം നടക്കൂ, അതിനിടയ്ക്ക് ഇതെല്ലാം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോഗ്രസ് ഇല്ല എന്ന് പറഞ്ഞാൽ, ഇനി എൻ്റെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് എന്ത് കാര്യം? കുറേ ദേവീ ദേവതാ ദർശനങ്ങളുണ്ടായി, കുറേ സ്ഥലങ്ങൾ കണ്ടു, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്ത് പുരോഗതി ഉണ്ടായി? എനിക്ക് ദേഷ്യം കൂടുന്നു, എനിക്ക് മറ്റു പല അസ്വസ്ഥതകളുണ്ടാകുന്നു. ഇതെന്താ ഇങ്ങനെ? അപ്പോൾ എനിക്കിതല്ല വേണ്ടത്, പിന്നെ എന്താണ്? അതെനിക്കറിയാം. നിനക്കെന്താ വേണ്ടത്? ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം. അതിനുള്ള പ്രാപ്തിയാവണ്ടേ? ആകണം. അപ്പോൾ ഇത്രയും വർഷത്തെ സാധനാ രീതികളാണ് എനിക്കുള്ളത്. ഇപ്പോഴും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല. അപ്പോഴാണ് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇത്രയും ഒന്ന് പറയാമെന്ന് തോന്നിയിട്ട് അങ്ങനെ പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ ആ വിഷയം തന്നെ, ഈ പുരാണവും കീർത്തനവും ഒക്കെ ഇങ്ങനെ ചൊല്ലി വന്നു.
വെറുതെ അധര വ്യായാമം നടത്തുന്നു, ഉള്ളിൽ യാതൊരു ഭക്തിയില്ല. ഇതെല്ലാം ചെയ്യുന്നവർ എന്നെ മറ്റുള്ളവരോട് മോശമായ രീതിയിലാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ പിന്നെ എന്താ കാര്യം? അതുകൊണ്ടാണ് ആ വക ചെയ്ത് നിങ്ങൾ ജന്മം പാഴാക്കരുത്, പായസം കുടിക്കണമെന്ന് പറയുന്നത്. ചട്ടുക നക്കി നടന്നാൽ പോരെ? ചട്ടുക നക്കി നടക്കുന്ന ശീലമാണ് നമ്മൾ. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പായസമാണ് കുടിക്കേണ്ടത്. ഉള്ളിൽ നമ്മൾ ആത്മാവിനെയാണ് ഭജിക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭക്തി ദർശനം. ദർശനമാലയിൽ ഭക്തി ദർശനം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററുണ്ട്. ആ ചാപ്റ്ററിൽ നാരായണ ഗുരുദേവൻ 2 ശ്ലോകങ്ങളിലൂടെ എന്താണ് ഭക്തി, യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ആ ശ്ലോകം ഈ കണ്ടതിൽ എത്രയോ ആചാര്യന്മാരുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വെച്ച ഓരോ ശ്ലോകവും വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതെത്രയോ പേജ് കണക്കിന് ഒരു പുസ്തകം തന്നെ എഴുതാം. അത്രയും ആത്മാനുഭവമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന യദാനന്ദപരം ധ്യാനം ഭക്തിരുത്യുപദിശ്യത്തെ എന്ന് പറഞ്ഞു. എല്ലാവരും ആനന്ദത്തെ തന്നെയാണ് ധ്യാനിക്കുന്നത്. എന്താണ് ആനന്ദം? ചെറിയ ആനന്ദമല്ല, പരമമായ പരമാനന്ദമാണ്. ആ ആനന്ദത്തെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 8ാം അധ്യായത്തിലെ ദർശനമാലയിലെ ഭക്തി ദർശനത്തിലെ 3ാമത്തെ ശ്ലോകത്തിലാണത് പറയുന്നത്. പിന്നെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആത്മൈവ ബ്രഹ്മ ഭജതി നാന്യമാത്മാനം ആത്മവിത്ത് ഭജതീതി യഥാത്മാനം ഭക്തിരിത്യഭിധീയതേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആനന്ദപരമായ ധ്യാനമാണ് ഭക്തി. ആനന്ദമെന്ന് പറയുന്ന ആത്മനിഷ്ഠമാണ്, ആത്മാവിലിരിക്കുന്നതാണ്. അപ്പോൾ ആത്മഭജനമാണ് ഭക്തി. ആത്മാവിനെയാണ് ഭജിക്കാനുള്ളത്. അതാണ് ഭക്തി എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അപ്പോൾ അറിവിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്ന ആത്മജ്ഞാനമാണ്, അല്ലാതെ ദേവീദേവതകളെ കാണാൻ വേണ്ടിയുള്ള ദർശനങ്ങൾ. അപ്പോൾ ചിലർ ചെന്നിട്ട് പറഞ്ഞു, സഗുണ ധ്യാനം എളുപ്പമല്ലേ എന്ന് ചോദിച്ചു. നിർഗുണ ധ്യാനം അത് പ്രയാസമല്ലേ? ഒരു രൂപവും ഇല്ലാത്ത ഒരാളിനെ എങ്ങനെയാണ് ധ്യാനിക്കുക? അപ്പോൾ സഗുണധ്യാനം എളുപ്പമാണ് എന്ന് ഒരാൾ സംശയം ചോദിച്ചു രമണ മഹർഷിയോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഏത് എളുപ്പമോ അത് ചെയ്യുക. ദേവീദേവതകളെ കാണുന്നത് നിങ്ങളെ തന്നെയാണ് കാണുന്നത്. നിങ്ങൾ സങ്കല്പിച്ച മൂർത്തികളെ നിങ്ങളുടെ മുൻപിൽ കാണുന്നു എന്നല്ലാതെ അതുകൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെയാണ് സാക്ഷാത്കരിക്കേണ്ടത് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്മബോധത്തിലിരിക്കുന്ന ജ്ഞാനിക്ക് അതാണ് അവർ പറയുന്നത്. എന്നാൽ ആത്മജ്ഞാനമെല്ലാം നേടി ബ്രഹ്മജ്ഞാനമൊക്കെ കിട്ടിയതിന് ശേഷം നമ്മുടെ മനസ്സ് വരണ്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരല്പം ഭക്തി ഉള്ളിൽ വെച്ച് ശിവ ശിവ അല്ലെങ്കിൽ നാരായണ നാരായണ കൃഷ്ണ കൃഷ്ണ അങ്ങനെ ജപിക്കാറുണ്ട്. അത് ചെയ്യാം, അത് കുഴപ്പമില്ല. അത് ഭക്തിയോടുകൂടി ചെയ്യണമെന്നേ ഉള്ളൂ, അതിന് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ നമ്മൾ നമ്മുടെ സ്വത്വം, നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം, ആത്മധ്യാനം ചെയ്യണം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലാതെ ദേവീദേവത ഭക്തി വച്ച് കഴിഞ്ഞാൽ ദേവീദേവതന്മാരെ കാണാം. ആ അനുഭവം ആർക്കുണ്ടായിട്ടുണ്ട്? ശ്രീരാമകൃഷ്ണ പരമഹംസനുണ്ടായിട്ടുണ്ട്. കാളി കാളി എന്ന് ജപിച്ച് അദ്ദേഹം കാളിമാതാവിൻ്റെ ദർശനമാണ് കിട്ടിയത്. ഏത് സമയത്ത് അദ്ദേഹം വിളിക്കുന്നു ആ സമയത്ത് കാളിമാതാവിനെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. എന്നിട്ട് അമ്മ തന്നെ ഈ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു വഴിയൊരുക്കി കൊടുത്തു. തോതാപുരി അദ്ദേഹത്തിൻ്റെ നഗ്ന സന്യാസി. അപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, നീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ബ്രഹ്മവിദ്യ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെന്നു, ബ്രഹ്മവിദ്യ എങ്ങനെ അഭ്യസിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഉച്ചിയിൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കിട്ടുന്നില്ല. ഉച്ചിയിലാണോ ഭ്രുകുടിയിൽ ഈ മധ്യത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം വെച്ചപ്പോൾ മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത് കാളിമാതാവാണ് വന്ന് നിൽക്കുന്നത്. ഒരിക്കലും അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തോതാപുരിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറയുന്നത് ജ്ഞാനമാകുന്ന വാൾ കൊണ്ട് അമ്മയെ രണ്ടായിട്ട് പിളർന്നു എന്നാണ് പറയുന്നത്. ജ്ഞാനം കൊണ്ട് അമ്മയെ പിളർന്നു മാറ്റി. അപ്പോൾ നേരെ ഈ കുണ്ടലിനി ശക്തി സഹസ്രാരത്തിലേക്ക് ഇരച്ചു കയറി. ആ സമയത്ത് ബ്രഹ്മജ്ഞാനം ഉണ്ടായി. എത്രയോ ദിവസം അദ്ദേഹം ആ നിലയിലായി പോയി.
അപ്പോൾ ഇത് കണ്ടിട്ട് തോതാപുരി അത്ഭുതപ്പെട്ടു. ഞാൻ 60 വർഷം പ്രയത്നിച്ചിട്ടാണ് ബ്രഹ്മജ്ഞാനം എനിക്ക് നേടാൻ സാധിച്ചത്. അത് ഈ ഒരു ബാലൻ എത്ര നിഷ്പ്രയാസം എത്രയോ ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തു എന്ന് പറഞ്ഞു. ഈ ബ്രഹ്മജ്ഞാനം എല്ലാം കിട്ടിയതിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു? പതിവ് പോലെ തന്നെ സന്ധ്യാസമയമാകുമ്പോൾ കാളിമാതാവിൻ്റെ നാമവും ചൊല്ലി കൈകൊട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ കൈകൊട്ടുന്നത് കണ്ടപ്പോൾ ഉടനെ തന്നെ ചോദിക്കുകയാണ്, എന്താടോ ചപ്പാത്തി ഉണ്ടാക്കുകയാണോ എന്ന് ചോദിച്ചു. വീണ്ടും താഴേക്ക് തന്നെയാണോ നീ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കാളിമാതാവിനെ ഉപാസിച്ച് ശീലിച്ചു പോയി, അത് തുടർന്നാലേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ തോതാപുരി ഇങ്ങനെ ആക്ഷേപിച്ചപ്പോൾ അമ്മയോട് ഏത് സംശയം ഉണ്ടെങ്കിലും അമ്മയോട് ചെന്ന് പറയാറുണ്ട്. അമ്മയോട് ചെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ബ്രഹ്മം യാഥാർത്ഥ്യമാണ്, ജ്ഞാനം യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞു. ശരി, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ തോതാപുരിക്കൊരു വേല ചെയ്തു. എന്താ വേലയെന്ന് പറഞ്ഞാൽ, തോതാപുരി അവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. ഇനി പോകണം, എല്ലാ ഉദ്ദേശങ്ങളൊക്കെ തീർന്നല്ലോ, നിനക്ക് ഉപദേശമൊക്കെ തന്നു. അപ്പോൾ തോതാപുരിക്കൊരല്പം ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, തോതാപുരിക്ക് ഒത്തിരി വയറുവേദന ഉണ്ടാക്കി. വയറുവേദന സഹിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ചമ്രം പടിഞ്ഞിരുന്നിട്ട് കുണ്ടലിനി ശക്തി ഉണർത്തി നേരെ സഹസ്രാരത്തിൽ കൊണ്ടെത്തിച്ച് ബ്രഹ്മാനുഭൂതിയിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ വയറുവേദന കാരണം ഒരു നിവൃത്തിയില്ല, മനസ്സ് ഒരിക്കലും അങ്ങോട്ട് പോകുന്നില്ല. അവസാനം മരിക്കാമെന്ന് നിശ്ചയിച്ചിട്ട് ഗംഗാ നദിയിലേക്ക് ഇറങ്ങി. ഗംഗയിലേക്ക് മുങ്ങിച്ചാകാൻ നോക്കിയിട്ട് ഗംഗയുടെ എത്ര ആഴത്തിലേക്ക് പോയിട്ട് മുങ്ങിച്ചാകാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് കാളിമാതാവ് ദർശനം കൊടുത്തു അദ്ദേഹത്തിന്. ബ്രഹ്മം സത്യം, ജ്ഞാനം അതുപോലെ സത്യം തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ സഗുണബ്രഹ്മമുണ്ട്, നിർഗുണബ്രഹ്മമുണ്ട്. അപ്പം ഞാൻ എൻ്റെ മാമിയിൽ നിന്ന് 10-16 വയസ്സിലൊക്കെ കേട്ടത് ദേവീ ദേവതകളാണ് ആത്മാവ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. നമുക്ക് ആത്മാനുഭവം ഉണ്ടാക്കി തരുന്നത് അവരാത്മാവ് നമുക്ക് തരുമ്പോഴാണ് ആ ആത്മബോധം നമുക്കുണ്ടാകുന്നതെന്നാണ്. അതുകൊണ്ടാണ് ബൈബിളിലേക്ക് വരുമ്പോൾ അത് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് ഇറങ്ങി മേലേക്ക് വന്നു. അപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോഴാണ് അവർക്ക് ആ ദർശനം ലൈറ്റ് കിട്ടുന്നത്. അങ്ങനെയാണ് ജ്ഞാനമാർഗം ഫോളോ ചെയ്യുന്നവർ നിർഗുണോപാസനയ്ക്കാണ് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നത്. അപ്പം മറ്റ് സാധനാമാർഗങ്ങൾ ഫോളോ ചെയ്യുന്നവരും ഇത് തന്നെ പിന്തുടരണമെന്ന് ആണോ? എന്താണ് അതിനെക്കുറിച്ച് കൂടുതലൊന്ന് പറയാമോ? അതായത് നമ്മുടെ ഉപനിഷത്തിൽ തന്നെ 2 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണോപനിഷത്തിലാണെങ്കിൽ ശ്രീകൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ ഉപാസനയിലിരിക്കാൻ പറയുന്നു, ഉപദേശിച്ചിട്ടുണ്ട്. ഗണപതി ഉപനിഷത്ത്, സരസ്വതി ഉപനിഷത്ത്, ഇങ്ങനെ ഓരോ ഉപനിഷത്തുകളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോൾ മൈത്രേയി ഉപനിഷത്തിൽ ഭഗവാൻ പരമശിവൻ പറയുന്നുണ്ട് ഒരു വാചകം. ഒരു മുനിയോടാണ് പറയുന്നത്, ശാകായന്യൻ എന്ന മുനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തോട് പറയുന്നു, കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ലോഹം കൊണ്ടും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളെ പൂജിക്കുന്നത് മുമുക്ഷുക്കൾക്ക് നല്ലതല്ല. മോക്ഷം നേടണമെന്നുള്ളവർ എന്ത് ചെയ്യണം? ബ്രഹ്മജ്ഞാനം നേടണം എന്നുള്ളവർ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ബ്രഹ്മജ്ഞാനത്തിന് വേണ്ട മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത്. യോഗമാർഗത്തിലേക്ക് പോകാനാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അതുപോലെ തന്നെ മുക്തികോപനിഷത്തിൽ വരുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് പറയുന്നുണ്ട്. ഹനുമാൻ എപ്പോഴും രാമ എന്ന നാമം ചൊല്ലിയാണ് ഇരിക്കുന്നത്. അപ്പോൾ രാമനാമത്തിൽ സദാകാലവും രമിച്ചാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട്, നീ എൻ്റെ നിരാകാരമായ രൂപത്തെ ധ്യാനിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം നിരാകാരമായ ആ രൂപത്തെ ധ്യാനിച്ച് പിന്നെ ബ്രഹ്മജ്ഞാനിയാകണം. അപ്പോൾ എപ്പോഴും അവിടെ നിർഗുണ ബ്രഹ്മത്തെ അറിയാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് എത്തുന്ന പടിയാണിത്. അപ്പോൾ നമ്മൾക്ക് സഗുണോപാസനയിലൂടെ നിർഗുണ ഉപാസനയിലേക്ക് ചെല്ലാം, ഓരോ പടികളിലൂടെ കടന്ന് ചെല്ലാം. അതുകൊണ്ട് അതൊന്നും തെറ്റല്ല. നമുക്ക് ഏതാണോ എളുപ്പം അത് ചെയ്യാം. പക്ഷെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുക, അതിലേക്ക് എത്തണം. പക്ഷേ അത് ഭക്തിയോഗത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, അത് ആത്മജ്ഞാനം, അതായത് ആത്മാഭിമാനമുള്ളവർക്ക് അത് ഇത്രയും വിഷമമാണ്. ആത്മാഭിമാനം ഉള്ളവർക്ക് ഈ ഒരു മാർഗം തികച്ചും അവർക്ക് വേദനയുണ്ടാക്കും. ഭക്തിയാണ് അവർ ചെയ്യുന്നത്.
ഭക്തിയാണ് അവർക്ക് എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ അവർ ആ രീതിയിലാണ് അവരുടെ കർമ്മവാസനകളെങ്കിൽ ആ രീതിയിലേക്ക് മുമ്പോട്ട് പോയാൽ മതി. മുമ്പോട്ട് പോയിട്ട് പിന്നെ ബ്രഹ്മജ്ഞാനത്തിലേക്ക് കടക്കാം. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ജി അങ്ങിപ്പം സൂചിപ്പിച്ചു ബ്രഹ്മജ്ഞാനം നേടണം എന്നാഗ്രഹിച്ച് ആ ജ്ഞാനമാർഗം ഫോളോ ചെയ്യുന്നവർ സഗുണോപാസനയിൽ നിന്നും പടിപടിയായി ഉയർന്ന് നിർഗുണോപാസനയിലേക്ക് എത്തിച്ചേരണം എന്ന് പറയുന്നു. അപ്പം നേരത്തെ തന്നെ അങ്ങ് സൂചിപ്പിച്ചു ഈ തോതാപുരി നിർഗുണോപാസകനായിരുന്നല്ലോ, ആ ഉപാസനയായിരുന്നല്ലോ. അപ്പം അദ്ദേഹം ഗംഗയിൽ ഇറങ്ങി മുങ്ങി താഴാൻ നോക്കിയപ്പോൾ കാളി മാതാവ് ദർശനം നൽകിയിട്ട് പറഞ്ഞു ബ്രഹ്മവും സത്യം ഞാനും സത്യം. അപ്പം ആ ഒരു സന്ദർഭത്തെ തോതാപുരി ഏത് രീതിയിലായിരിക്കും മനസ്സിലാക്കിയത്? അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഒരു ബോധ്യം വന്നു. എന്താണ് താൻ ഇത്രയും കാലം ചെയ്തു വന്നത് നിർഗുണ ഉപാസന, ആ രീതിയിൽ കൂടിയാണ് അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായത്. പക്ഷേ ഇങ്ങനെയും ഒരു രീതി ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് കാളിമാതാവിൻ്റെ ദർശനമെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വന്നിരുന്നിട്ട് കാളിമാതാവിൻ്റെ നാമങ്ങൾ പാടുകയായിരുന്നു. അപ്പോൾ ഇത് ആര് കണ്ടുകൊണ്ട് വന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസൻ കണ്ടുകൊണ്ട് വന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അതെ, നിൻ്റെ മാതാവ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നു. നിൻ്റെ മാതാവും സത്യമാണ്, ബ്രഹ്മവും സത്യമാണ് എന്ന് പറഞ്ഞു. അപ്പം നേരത്തെ ചോദിച്ച ആ ചോദ്യം അപ്പോൾ ശ്രീരാമകൃഷ്ണനെ തെറ്റിയിട്ടില്ല. അപ്പോൾ സഗുണ ബ്രഹ്മോപാസനയും നിർഗുണ ബ്രഹ്മോപാസനയും രണ്ടും രണ്ട് തന്നെയാണ്. നമ്മൾ ശരിക്കും എത്തേണ്ടത് അവിടെയാണെങ്കിലും നമുക്ക് കയറിപ്പോകാൻ ഗുരു ആവശ്യമാണല്ലോ. ഗുരുവിൻ്റെ ഉപദേശപ്രകാരം നമ്മൾ മുമ്പോട്ട് പോകണം. അതുപോലെ തന്നെയാണ് ഈ സഗുണോപാസനയിലും വേണ്ടത്. അതേസമയം രമണ മഹർഷിയുടെ കാര്യം, രമണ മഹർഷി പറഞ്ഞു, ഞാൻ ആര് എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അതാണ് ഏറ്റവും എളുപ്പമാർഗം, വിചാരമാർഗം. അതാണ് ഏറ്റവും എളുപ്പം മനസ്സിനെ സ്വാധീനത്തിൽ വരുത്താൻ, ഞാൻ ആര് എന്ന് വിചാരിക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്തുള്ളവർ അത് വളരെ കഠിനമായ സാധനയാണെന്ന് മനസ്സിലാക്കി. അത് അദ്ദേഹത്തിനെ കൊണ്ടേ പറ്റും. നമ്മളെപ്പോലുള്ളവർക്ക് അത് പറ്റില്ല. ബ്രെയിൻ തന്നെ ഔട്ടായി പോകുന്ന ഒരു രീതിയാണ്. അതെങ്ങനെ തുറന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എന്നെ സംബന്ധിച്ച് അത് പ്രയാസകരമായിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹത്തിൻ്റെ ശിഷ്യരും പറയുന്നു അത് വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ എന്തെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓരോരുത്തർക്കും അവരവർക്ക് പറ്റിയ സാധന എന്താണോ അപ്പം അത് ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് വന്ന് ചോദിച്ചവരോട് രമണ മഹർഷി പറഞ്ഞത്, നിങ്ങൾക്ക് ഏത് എളുപ്പമോ ആ രീതി ചെയ്യുക, അതിലൂടെ മുമ്പോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ്. അപ്പം അദ്ദേഹം ചെറിയ പ്രായത്തിൽ കുട്ടിയായിരുന്നപ്പോൾ അരുണാചല ശിവനെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ആത്മജ്ഞാനം തരണം എന്നിങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പോയതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഒരു ഗുഹയിൽ ചെന്നിരുന്നിട്ട് അദ്ദേഹം സ്വന്തം മരിച്ചു. അദ്ദേഹം അവിടെ ഇരുന്ന് മരിച്ചു, ശ്വാസം നിലച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആത്മബോധം കിട്ടിയത്. എന്നിട്ട് പിന്നെ ബോഡിയിലേക്ക് തിരിച്ചു വരുന്നു. പിന്നീട് സായിപ്പോ ആരോ വിദേശികളാരോ കണ്ടിട്ടാണ് അദ്ദേഹത്തെ എടുത്ത് പൊടിയൊക്കെ തട്ടി കുളിപ്പിച്ചെടുത്ത് കൊണ്ടൊക്കെ വന്നിട്ടാണ് ഇദ്ദേഹത്തെ പുറം ലോകം അറിയുന്നത് തന്നെ പിന്നീട്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമ്മുടെ അഭിരുചി ഏതാണോ, നമുക്ക് പ്രാപ്തമായത്, നമുക്ക് കഴിയുന്നതേതോ ആ ഒരു സാധനാ മാർഗം പിന്തുടരുക, അതാണ്. എങ്കിലും ഇക്കാലത്ത് മഹാവതാർ ബാബാജി ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നത് ക്രിയായോഗം ചെയ്ത് നമ്മൾ മുമ്പോട്ട് വരണം, നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആകണം, അങ്ങനെയാണ്. ഒരു 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതായത് ഡോക്ടർ ഹരീഷ് ചമ്പക്കരയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതിൽ തുറന്ന് പറയാമോ എന്ന് അറിഞ്ഞുകൂടാ, പലതും തുറന്ന് പറയുന്നതിനോട് വലിയ പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ബിൽ ഗേറ്റ്സിൻ്റെ ഒരു ഇത് പറഞ്ഞു വച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇഞ്ചക്ഷൻ എടുക്കണോ വേണ്ടയോ എന്ന് ഇനി പുതിയ തലമുറ ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചിമ്പാൻസിയുടെയും മറ്റ് കുരങ്ങന്മാരുടെയും വൃഷ്ണങ്ങളിൽ നിന്നെടുക്കുന്ന എന്തോ ഒരു സാധനം, അതെടുത്തിട്ട് ഈ ഇഞ്ചക്ഷൻ രൂപത്തിൽ പലതിലും കടത്തി
അത് ഇഞ്ചക്ഷൻ രൂപത്തിൽ കുട്ടികളിലേക്ക് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അത് പുച്ഛിച്ച് തള്ളുന്നെങ്കിൽ അങ്ങനെ തള്ളിക്കൊട്ടെ, പക്ഷേ സത്യം ഇതറിഞ്ഞിരിക്കണം, അദ്ദേഹം ഒരു ക്രിയായോഗിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നാമത് കുരങ്ങന്മാരെന്ന് പറയുന്ന ചിമ്പാൻസികളൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരാണ്. അപ്പോൾ ഇതുകൂടി ഈ കാലത്ത് ഈ കുട്ടികളിലേക്ക് എത്തുകയാണെങ്കിൽ അവരെ ബ്രെയിൻ പിന്നെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? ബിൽഗേറ്റ്സിനെ പോലെയുള്ള ഒരുപാട് പേരുടെ ഇതെല്ലാം ഈ കച്ചവട തന്ത്രങ്ങളാണ്. നമ്മൾ അറിയാത്ത ഒരു ഇഞ്ചക്ഷനും കോവിഡ് തന്നെ എടുത്തിട്ട് പലർക്കും അസ്വസ്ഥതകളുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം പല ഡോക്ടർമാരും എടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്നത് തന്നെ വളരെ പ്രയാസകരമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇമാതിരി ഇഞ്ചക്ഷനെ ജയിക്കുന്ന തരത്തിൽ 7ാമത്തെ ഒരു ക്രിയായോഗ സാധനയുണ്ട്. 7ാമത്തെ ദീക്ഷയായിട്ട് കൊടുക്കുന്നത് 7ാമത്തെ ക്രിയായോഗം. 1ാമത്തെ ദീക്ഷയിൽ 3-4 പ്രാണായാമ രീതികൾ പറയുന്നുണ്ട്, 2, 3 അങ്ങനെ. 7ാമത്തെ ആ ഒരു ദീക്ഷ എടുക്കുന്നുണ്ട്. അത് അങ്ങ് ടോപ്പിലെത്തിയവരാണ് എടുക്കുന്നതെന്ന് പറയുന്നത്. അതിൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ ഉള്ള സംവിധാനമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ. അങ്ങയുടെ ഗവേഷണ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാം. 9 ദ്രവ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 9 ദ്രവ്യങ്ങൾ, പദാർത്ഥങ്ങളെന്നും പറയാം. പദത്തിൻ്റെ അർത്ഥമാണ് പദാർത്ഥം. ഒരു പേര് പറഞ്ഞാൽ ആ പേര് കൊണ്ട് എന്തിനെയാണോ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് അതിനെയാണ് പദാർത്ഥം എന്ന് പറയുന്നത്. ആന എന്ന് പറയുമ്പോൾ ആന എന്ന് പറയുന്ന വസ്തുവിനെയാണ് നമ്മൾ പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ പറയുന്ന ഒരു 9 ദ്രവ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഭൂമി. ഒരു ദ്രവ്യമാണ്. ഈ ഭൂമിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഗന്ധമുള്ളതാണ് ഭൂമി. അത് 3 ടൈപ്പുണ്ട്. ഗന്ധമറിയാൻ നമ്മെ സഹായിക്കുന്ന ഘ്രാണേന്ദ്രിയം മൂക്കിൻ്റെ അറ്റത്തുണ്ട്, ഘ്രാണേന്ദ്രിയം, അതൊന്ന്. പിന്നെ കല്ല്, മണ്ണ് തുടങ്ങിയവ. കല്ല്, മണ്ണ് ഇതൊക്കെ ചേർന്ന ആ ഭൂമിയുണ്ടല്ലോ, അതും ഭൂമി തന്നെ. പിന്നെ ഉള്ളത് നമ്മുടെ ശരീരം, പക്ഷികളുടെ ശരീരം, മൃഗങ്ങളുടെ ശരീരം, നമ്മുടെ ശരീരം, ഇതെല്ലാം. ഇങ്ങനെ ഇന്ദ്രിയം, അർത്ഥം, ശരീരം, ഇങ്ങനെ 3 ടൈപ്പ്. ഈ പറഞ്ഞ ഈ ഭൂമി എന്ന് പറയുന്നത് നശിക്കും. കല്ല്, മണ്ണ് ഇതിനൊക്കെ നാശം വരാം. ഒരുപാട് കാലം നിലനിന്നിട്ടായിരിക്കാം. പക്ഷേ ഈ ഭൂമിയുടെ പരമാണുക്കളുണ്ടല്ലോ, ഈ പറഞ്ഞതിൻ്റെ പരമാണുക്കൾക്ക് നാശമില്ല, പരമാണുക്കൾ നശിക്കില്ല. അപ്പോൾ അത് ഭൂമിയെക്കുറിച്ച് പറയുന്നത്. ഇനിയുണ്ട് ജലം. ജലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജലത്തിന് ലക്ഷണം പറഞ്ഞിരിക്കുന്നത് തണുപ്പുള്ളത് ജലം. ശീതസ്പർശവത്വം ജലസ്യ ലക്ഷണം എന്ന് പറയും. ആ ജലം നശിച്ചു പോകും, എന്നാൽ ജലപരമാണുക്കൾക്ക് നാശം ഇല്ല. അതാണ്. അതും ഒരു 3 ടൈപ്പുണ്ട് ജലം. ജലം നമുക്കറിയാനായിട്ട് രസനേന്ദ്രിയം നാവിൻ്റെ അഗ്രത്തുണ്ട്. പിന്നെ ഉള്ളത് ജലീയ ശരീരം. മത്സ്യം തുടങ്ങിയവയുടെയൊക്കെ ശരീരം ജലീയ ശരീരമാണ്. പിന്നെ ഉള്ളത് നദി, സമുദ്രം, കിണർ, കുളം ഇവയിലൊക്കെ കാണുന്ന ജലം. ഇങ്ങനെ 3 ടൈപ്പിലായിട്ടാണ് ഈ ജലം കാണുന്നത്, ജലത്തിൻ്റെ. പിന്നെ അതുപോലെ തേജസ് എന്ന് പറയും. തേജസ്സിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഉഷ്ണസ്പർശവത്വം തേജസ്സഹ ലക്ഷണം എന്ന് പറയും. തൊട്ടാൽ ചൂട്, ഉഷ്ണം തോന്നുന്നത്. അപ്പോൾ അതിൽ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ അറ്റത്തിരിക്കുന്ന ചക്ഷുരിന്ദ്രിയം, അത് തൈജസമാണ്, തേജസ്സുള്ളതാണ്. അതൊന്ന്. പിന്നെയുള്ളത് ആദിത്യ ലോകത്തുള്ള ശരീരം, നമുക്കൊന്നും അറിയില്ല ആ ശരീരം, അത് ശരീരം എന്നുള്ള അർത്ഥത്തിൽ. പിന്നെയുള്ളത് 3ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഭൗമം, ദിവ്യം, ആഗരജം, ഔദര്യം, ഇങ്ങനെ തിരിയും. ഭൗമം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള തീയ്, അതിനെയാണ് നമ്മൾ തേജസ്സായിട്ട് കാണുന്നത്. പിന്നെ ഉള്ളത് ദിവ്യം എന്ന് പറയും. ദിവ്യം എന്ന് പറഞ്ഞാൽ മിന്നൽ, ദിവ്യമായിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് ഔദര്യം എന്ന് പറയും. ഔദര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിലുള്ള ജഠരാഗ്നി, ആ ജഠരാഗ്നിയാണ്. ദഹനരസം, അതിനൊക്കെ ഉഷ്ണമുണ്ടല്ലോ, ചൂടുണ്ട്, അതും ഈ അഗ്നിയിൽ പെടുന്നതാണ്. പിന്നെ ആഗരജം എന്ന് പറയും, ഖനിയിലുള്ളത്. ഖനിയിൽ കാണുന്ന സ്വർണം തുടങ്ങിയ ലോഹങ്ങൾ, അതൊക്കെ തൈജസ്സമാണ്. അതാണ് സ്വർണം തീയിലിട്ടിരുന്നാലും ഉരുകി അങ്ങനെ പോകാറില്ല എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വായു. വായുവിൻ്റെ സ്വഭാവം എന്തെന്ന് വെച്ചാൽ വായുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ വായു ഉണ്ടോ? ഉണ്ട്. അതെങ്ങനെ അനുഭവിച്ചറിയാം?
വായുവിനെ അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് ത്വക്ക് കൊടുത്തിട്ടുണ്ട്. ശരീരം മുഴുവൻ ഈ ത്വക്കുള്ളത് കൊണ്ട് വായുവിനെ നമുക്ക് അനുഭവിച്ചറിയാം. വായുവിന് നിറം കൊടുത്തിരുന്നെങ്കിൽ പിന്നെ ഇതൊന്നും കാണാൻ സാധിക്കില്ല, എല്ലാം കളർഫുള്ളായി പോകില്ലേ. അതുകൊണ്ട് കളറായി കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള വസ്തുക്കളൊന്നും കാണാൻ പറ്റില്ല, മൂടൽമഞ്ഞ് പോലെ ഏതാണ്ട് ആ ടൈപ്പ്. അപ്പോൾ ഈ വായുവിന് നിറം കൊടുത്തിട്ടില്ല, പക്ഷേ വായുവിൻ്റെ സാന്നിധ്യമുണ്ട്, അതൊന്ന്. അപ്പോൾ തൊട്ടറിയാമെന്നുള്ളത് കൊണ്ട്, അപ്പോൾ വായുവിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇന്ദ്രിയമാണ് ത്വക്ക്. പിന്നെ വായുവിനെ നമുക്ക് പിന്നെ എങ്ങനെ അറിയാം? വൃക്ഷങ്ങളെ ഇളക്കുന്നു, ഇലകൾ അനങ്ങുന്നു, ഇതൊക്കെ കണ്ട് നമുക്കറിയാം. പിന്നെ വായു എവിടെയാണ് ഉള്ളത്? ശരീരത്തിലുള്ള പ്രാണനാണ്. ആ പ്രാണൻ തന്നെ പല ദശപ്രാണന്മാരായിട്ട് ആ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല, സാമാന്യമായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ വായുവിൻ്റെ സ്വാധീനം അതാണ്. പിന്നെയുള്ളത് ആകാശം. ആകാശം എന്ന് വെച്ചാൽ സ്പേസ് എന്ന് വെച്ചാൽ ഇടം. എല്ലാ വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യാനായിട്ട് ആകാശം വേണം, ഇടം വേണം, സ്ഥലം വേണം. അതിവിടെ എല്ലാം ഈ നിറഞ്ഞിരിക്കുന്ന എല്ലാ ആകാശമാണ്. നമ്മുടെ ചെവിക്കുള്ളിലുള്ള ആ ഹോള്, മൂക്കിനകത്തുള്ള ദ്വാരം, അതെല്ലാം ആകാശമാണ്. എല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന പാർട്ടല്ലേ. അപ്പോൾ ഈ ആകാശത്ത് ശൂന്യാകാശം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശൂന്യാകാശം ഇപ്പോൾ എനർജിയാണ്, മൊത്തം എനർജിയാണെന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ടത്. അപ്പോൾ 5ാമത്തെ ദ്രവ്യമാണ് ആകാശം. ഇനി 6ാമത്തെ ദ്രവ്യമായിട്ട് പറയുന്ന കാലം എന്ന് പറയുന്നത് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഇതെല്ലാം കാലമാണ്. അപ്പോൾ ഈ കാലം എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്, എങ്ങും വ്യാപിച്ചിരിക്കുന്നു കാലം. അതിനും ഒരു അന്തമില്ല. ആകാശം തന്നെ നമുക്കറിയാമല്ലോ, സർവ്വവ്യാപിയല്ലേ. ഈ ആകാശത്തിൻ്റെ അന്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അനന്തമാണ്. ഇവിടെ നിന്ന് നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുന്നു. എത്രയോ വലിപ്പമുള്ളതാണ്, ഭൂമിയെക്കാളും വലിപ്പമുള്ള ഇതാണ് ഇവയെല്ലാം. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇവയെല്ലാം ആകാശത്ത് ചെറിയ ചെറിയ ഗോളങ്ങളായിട്ട് കാണുന്നു. അപ്പോൾ ഈ ആകാശത്തിൻ്റെ വിസ്തൃതി അത് ഭയങ്കരമാണ്, ഭയാനകമാണ്, ഭയപ്പെടുത്തുന്ന തന്നെയാണ്. പിന്നെ ദിക്കെന്ന് പറയുന്നത് 7ാമത്തെ ദ്രവ്യമായിട്ട് പറയുന്നത്, കിഴക്ക്, പടിഞ്ഞാറ്, ഇങ്ങനെയുള്ള ദിക്ക്. പിന്നെ 8ാമത്തെ ദ്രവ്യമാണ് ആത്മാവെന്ന് പറയുന്നത്. ആത്മാവ് 8ാമത്തെ ദ്രവ്യമാണ്. ഈ ആത്മാവ് 2 തരത്തിലാണ്. ഒന്ന് ഇൻഡിവിജ്വൽ സോൾ, നമ്മളിൽ ഓരോരുത്തരിലും ഇരിക്കുന്ന ആത്മാവ്, അത് ഇൻഡിവിജ്വൽ സോൾ എന്ന് പറയും. പിന്നെ സുപ്രീം സോൾ, പരമാത്മാവ്, അതെങ്ങനെ നിറഞ്ഞിരിക്കുന്നു. ആ സുപ്രീം സോളിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ സാധാരണ ബോധം കൊണ്ട് അറിയാൻ പറ്റില്ല. നമ്മളെ ഈ ബോധത്തെ സൂപ്പർ കോൺഷ്യസ് ലെവലിൽ എത്തിക്കാൻ സാധിച്ചാൽ, ബ്രെയിനിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നില അറിയാൻ സാധിക്കൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ആത്മാവിനെ കുറിച്ചൊന്ന് സംസാരിക്കുക. അതുപോലെ 9ാമത്തെ ദ്രവ്യമാണ് മനസ്സ്. മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുമോ? വായുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇല്ല. നമുക്ക് അനുഭവിച്ചാണ് മനസ്സിനെയും നമ്മൾ അറിയുന്നത്. മനസ്സെന്ന് പറയുന്നത് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, ചിന്തകളുടെ ഒരു കൂമ്പാരമാണ്, വിചാരങ്ങളുടെ കൂമ്പാരമാണ് മനസ്സെന്നാണ്. ഈ മനസ്സിനെ നിരോധം ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. സുഖവും ദുഃഖവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത് ഈ മനസ്സുകൊണ്ടാണ്. ഈ മനസ്സ് നേരിട്ട് കണക്റ്റ് ആകുന്ന ഇന്ദ്രിയങ്ങളുമായിട്ടാണ്. ഇപ്പോൾ ആരെങ്കിലും ഇവിടെ വന്ന് നിൽക്കുകയാണ്, നമ്മൾ മറ്റ് ശ്രദ്ധയിലാണെങ്കിൽ അവർ ഇങ്ങനെ കാണിക്കുമല്ലോ, അപ്പം നമ്മളെ ശ്രദ്ധ ഇവിടെയല്ല. അപ്പം മനസ്സ് ഈ ഇന്ദ്രിയത്തിൽ കണക്റ്റ് ആയാൽ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കൂ. അപ്പം മനസ്സ് ഇന്ദ്രിയങ്ങളുമായിട്ട് കണക്റ്റാണ്. അതുപോലെ ഈ കണക്ഷൻ നേരെ ആത്മാവിലോട്ടും മനസ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവുമായും കണക്റ്റഡാണ് മനസ്സെന്ന് പറയുന്നത്. ഇനി മനസ്സെന്ന് പറയുന്നത് അനന്തമാണെന്ന് പറയുന്നുണ്ട്. അനന്തമെന്ന് വെച്ചാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത മനസ്സുകളുണ്ട്. എൻ്റെ മനസ്സല്ല താങ്കൾക്കുള്ളത്. അങ്ങനെ ഈ ലോകത്തുള്ള എത്രയോ പേര് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയല്ലേ, ഒരുപാട് മനസ്സുകളുണ്ട്. ഈ മനസ്സിൻ്റെ രൂപത്തെക്കുറിച്ച് ഒരു ന്യായശാസ്ത്രത്തിൽ പറയുന്നത് പരമാണു രൂപം എന്നാണ്. എന്നുവെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സൂക്ഷ്മരൂപം, അത് കണ്ടാൽ നമുക്കറിയില്ലല്ലോ, ഇല്ല. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം നമുക്ക് മൂർത്തമാണല്ലേ, കാണാൻ പറ്റുന്നല്ലോ. അമൂർത്തമായ കാര്യങ്ങൾ, ഇപ്പോൾ സത്യസന്ധത, കരുണ, ദയ, ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുപോലെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് മനസ്സെന്ന് പറയുന്നത്. പിന്നെ മനസ്സിനെ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ പ്രാണൻ്റെ വ്യാപാരമാണ്. നമ്മൾ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന വായുവാണ് പ്രാണൻ. പ്രാണൻ്റെ വ്യാപാരമാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പം നമ്മളെ വിചാരശക്തി, നമ്മൾ വിചാരം ചെയ്യുന്ന എല്ലാം പ്രാണശക്തിയാണ്.
അങ്ങനെ പറയാം. അങ്ങനെ ഈ 9 ദ്രവ്യങ്ങളിൽ ഞാനിപ്പോൾ ഗവേഷണമായിട്ട് കൂടുതൽ എടുത്തിട്ടുള്ളത് ആത്മാവിനെക്കുറിച്ചല്ലോ, മനസ്സിനെക്കുറിച്ച്. അപ്പോൾ അവയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അത്യാവശ്യം ഇതാണ്. കാരണം ആത്മീയമായ ഒരു പാതയിലേക്ക് ആരും പോകുന്നില്ല. മിക്കവാറും എല്ലാവരും ഈ ഹൈപ്പർ ആക്ടിവിറ്റിയോടുകൂടിയ കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഈ തലമുറ ആത്മീയതയിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങ് ഇപ്പം പറഞ്ഞു ആത്മാവ് 2 വിധത്തിലുണ്ടെന്ന്, ജീവാത്മാവും പരമാത്മാവും. അതെ. ഇവ തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചൊന്ന് പറയാം. നമ്മൾ ഓരോരുത്തരിലും സ്ഥിതി ചെയ്യുന്നത് ജീവാത്മാവാണ്. ആ ജീവാത്മാവ് നമ്മുടെ ഈ ശരീരം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. ശരിക്കും ആത്മാവെന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാനുള്ളത് ബോധം. കയ്യിൽ എവിടെയെങ്കിലും ഒരു മുറിവോ എന്തെങ്കിലും പറ്റിയാൽ പെട്ടെന്ന് എനിക്ക് ബോധം ഉണ്ടാവുമല്ലോ. ആ ബോധം ഈ ആത്മാവ് അറിയുന്നുണ്ട്. അബോധാവസ്ഥയിലൊന്നും അറിയുന്നില്ല. അപ്പോൾ മനസ്സിൻ്റെ ഒരു കണക്ഷൻ കൂടി അവിടെ വേണം. അപ്പോൾ ഓരോരുത്തരിലും ഇരിക്കുന്നത് ജീവാത്മാവാണ്. രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, ഉണ്ടായി ഇല്ലാതാകുന്നതാണ് ജീവാത്മാവെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ ആത്മബോധത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കുടങ്ങളുണ്ടല്ലോ, മൺകുടങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഓരോ മൺകുടത്തിലും ഇരിക്കുന്നത് ഓരോരോ ആകാശമാണ്. ആ മൺകുടത്തിനകത്തിരിക്കുന്ന ആ പൊള്ളയായിട്ടുള്ള ആ അംശമുണ്ടല്ലോ, അത് ആകാശമാണ്. ഈ മൺകുടങ്ങൾ ഉടഞ്ഞു കഴിഞ്ഞാൽ ആകാശം അവിടെ ഒന്നേ ഉള്ളൂ. അതുപോലെ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ്. സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് പുൽക്കുടിത്തുമ്പിലൊക്കെ ഇരിക്കുന്ന മഞ്ഞിൻ തുള്ളികളെ കണ്ടിട്ടുണ്ടോ? ആ മഞ്ഞിൻ തുള്ളികളിൽ വന്ന് സൂര്യൻ്റെ രശ്മികൾ പതിക്കുമ്പോൾ അതെല്ലാം കൊച്ചു കൊച്ചു സൂര്യന്മാരായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇത്രയും സൂര്യന്മാർ നമുക്ക് തോന്നും. ഇത്രയും സൂര്യന്മാരുണ്ടോ? ഇല്ല. ഈ മഞ്ഞിൻ തുള്ളികളെല്ലാം മാറിക്കഴിയുമ്പോൾ ഒറ്റ സൂര്യൻ മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ തത്വം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ആ അവസ്ഥയിലെത്താനാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ആ സങ്കല്പം, പരമാത്മാവ്, ആ സങ്കല്പം എന്ന് പറയുന്നത് ത്രിമൂർത്തികൾക്കും നാഥനായ ജ്യോതിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ത്രിമൂർത്തികളെന്ന് പറയുന്ന ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ഈ ത്രിമൂർത്തികൾക്കും നാഥനായിരിക്കുന്ന ജ്യോതിസ് എന്നാണ് പറയുന്നത്. ജ്യോതിസ് എന്ന് വെച്ചാൽ ലൈറ്റാണ്. അതാണ് ഗോഡ് ഈസ് ലൈറ്റ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഗോഡ് ഈസ് ലൈറ്റ്. പിന്നീട് വന്നവരൊക്കെ അത് കുറേ അങ്ങ് വിശദമാക്കി സച്ചിദാനന്ദം ബ്രഹ്മ എന്നാക്കി. സത്തെന്ന് പറഞ്ഞാൽ ഉള്ളത്, ഇവിടെ ഉള്ളത്, യാഥാർത്ഥ്യമായിട്ടുള്ളത്. ചിത്തെന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സാണ്, ബോധം, സത്തും ചിത്തും. പിന്നെയോ ആനന്ദം എന്ന് പറയുന്നത് അതിന് പരിധിയില്ലാത്ത ആനന്ദം. നമുക്ക് കിട്ടുന്ന തുച്ഛമായ ആനന്ദങ്ങളല്ലേ, മനസ്സുകൊണ്ടൊക്കെ നമ്മൾ അനുഭവിക്കുന്ന തുച്ഛമായ ആനന്ദമല്ല, പരിധിയില്ലാത്ത ആനന്ദം. അതാണ് സത്ത്, ചിത്ത്, ആനന്ദം. സച്ചിദാനന്ദം ബ്രഹ്മ എന്ന് പറയും. ഈ ബ്രഹ്മം എന്ന വാക്കിനെ ബൃഹത്തായത് എന്നാണ്, വലുതായിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വലുതായിട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ് ഈ ബ്രഹ്മം. അതുകൊണ്ട് മഹോപനിഷത്തിലോ നാരായണോപനിഷത്തിലോ മഹാനാരായണോപനിഷത്തിലോ പറയുന്നുണ്ട്, ആകാശം നമുക്കറിയാലോ, നേരത്തെ ഞാൻ പറഞ്ഞു ആകാശത്തിൻ്റെ വ്യാപ്തി അന്തമില്ല എന്ന് പറഞ്ഞു. ആകാശത്തേക്കാൾ ആകാശമാണ് ബ്രഹ്മമെന്നും സൂക്ഷ്മത്തേക്കാൾ സൂക്ഷ്മമാണ് ബ്രഹ്മം എന്നും പറയും. പക്ഷേ ഈ തത്വങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇതെന്താണെന്ന് യാതൊരു പിടിയുമില്ല. അതാണ് ഇതിലുള്ള ഒരു പൊരുത്തക്കേടെന്ന് പറയുന്നത്. ഈ ബ്രഹ്മത്തിന് ചലനമില്ല. ഇപ്പം ചലനമേ ഇല്ല. നമുക്കാണെങ്കിലോ ചലനമുണ്ട്. പിന്നെ വികാരങ്ങളെന്ന് പറയുന്നത്, നമുക്ക് വികാരങ്ങളുണ്ട്, മനസ്സുള്ളത് കൊണ്ട് വികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബ്രഹ്മത്തെ സംബന്ധിച്ച് വികാരങ്ങളില്ല. അതാണ്. അപ്പോൾ ഒരു മാറ്റമില്ല. പിന്നെ ഈ ബ്രഹ്മം ഉണ്ടായത് എന്ന് ചോദിച്ചാലോ, അനാദിയാണ്. തുടക്കം പറയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ തുടക്കവും ഒടുക്കവും പറയും. അതേസമയം ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അനാദിയാണ്. എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും അതും പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇതിലുള്ള ഒരിത്. പെട്ടെന്ന് അത് എന്താണെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ മനസ്സിൻ്റെ സങ്കല്പങ്ങൾക്ക് അതീതമായിട്ട് നിൽക്കുന്നതാണ് ആത്മാവ്, ബ്രഹ്മം എന്നുള്ള വാക്ക്. ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു എന്നാണ് പറയുന്നത്. ബ്രഹ്മജ്ഞാനിക്കെല്ലാം അറിയാം.
ഇനി വരാൻ പോകുന്ന ജീവാത്മാക്കളെക്കുറിച്ച് അറിയാം, കഴിഞ്ഞുപോയ ജീവാത്മാക്കളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, ആത്മജ്ഞാനിക്ക് ഒരു ഉള്ളം കയ്യിൽ ഒരു നെല്ലിക്ക എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ എല്ലാം വിശദമായി കാണാൻ സാധിക്കുമെന്നാണ് ആത്മജ്ഞാനിക്ക്. ആത്മജ്ഞാനിയായ ഒരാളിന് ഒരു പുസ്തകവും വായിക്കണമെന്നില്ല. ആ പുസ്തകം എടുത്തു വച്ചിട്ട് അതിലൊന്ന് മനസ്സിനെ സംയമനം ചെയ്ത് കഴിഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ ഓതറും ആ വിഷയവുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്കായി കഴിയും. അത്രയും പവർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ ബ്രഹ്മജ്ഞാനികൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. ഒരുപാട് വിവേകാനന്ദന്മാരുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ബുദ്ധനും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ബുദ്ധന്മാർ എനിക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മത്തെക്കുറിച്ച് ഉള്ള അനുഭവം പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ബ്രഹ്മാനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ശിവന്, പരമശിവന് ആ സച്ചിദാനന്ദ സമുദ്രത്തിൽ നിന്ന് ബ്രഹ്മാനുഭവം ഉണ്ടായത് ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുന്നതാണ്. സച്ചിദാനന്ദ സമുദ്രത്തിൽ നിന്ന് ഒരു കവിളൊന്ന് കുടിച്ചപ്പോഴേക്കും ശിവൻ നിശ്ചേഷ്ടനായി കിടന്നുപോയി എന്നാണ് പറയുന്നത്. അതേസമയം നാരദന് ബ്രഹ്മദർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം ദൂരെ നിന്ന് വണങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതേസമയം വ്യാസമഹർഷിയുടെ മകൻ ശുഗൻ ആ സച്ചിദാനന്ദ സമുദ്രത്തിൽ വിരൽ കൊണ്ടൊന്ന് തൊട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും അവരവരുടെ നിലകളാണ് ഈ പറഞ്ഞത്. അപ്പോൾ അത്രയും അന്തരമുണ്ട്. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് നമുക്ക് കേൾക്കുന്നതാണ് എൻലൈറ്റ്മെൻറ്റ് എന്ന അവസ്ഥ. അപ്പോൾ എൻലൈറ്റൻഡ് ആയ ഒരാളിനാണെങ്കിൽ നമുക്കിപ്പം ഏത് കാര്യത്തിലും റിസർച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഏതൊരു ഗ്രഹത്തിലേക്കും പോകാം, ഏതൊരു ദിവ്യലോകത്തേക്കും പോകാൻ സാധിക്കും സൂക്ഷ്മ ശരീരത്തിൽ. അത് സൂക്ഷ്മ ശരീരയാനം, ആസ്ട്രൽ ട്രാവലിംഗ് എന്ന് പറയും. അവർക്ക് അങ്ങനെ പോകാൻ സാധിക്കും. പോയിട്ട് അവിടെ നടക്കുന്ന എല്ലാം കണ്ടറിയാം, കേട്ടറിയാം, തിരിച്ചതുപോലെ ബോഡിയിലേക്ക് വരികയും ചെയ്യാം. ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നവരാണ് ഈ എൻലൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ ആ സ്റ്റേജിലെത്തണമെങ്കിൽ ഒരുപാട് പ്രയത്നം ചെയ്തേ മതിയാകും. അപ്പോൾ അതെങ്ങനെയെന്ന് വഴിയെ ഞാൻ പറയാം. പിന്നെ ജി മോഹൻദാസ് എഴുതിയ പ്രാണതത്വം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് കോസ്മിക് എക്സ്പീരിയൻസ് എന്നാണ്, പ്രാപഞ്ചിക ബോധം. നമ്മളിലുള്ളത് ഈ ഓരോരുത്തർക്കും ഉള്ളത് ബോധമല്ലേ. അവനവൻ്റെ ബോധത്തിന് പരിധിയുണ്ട്, എന്നാൽ പ്രപഞ്ചബോധത്തിന് പരിധിയില്ല. അത് അനന്തമായ ബോധമാണ്. അതുകൊണ്ട് രമണ മഹർഷി പറയുന്നുണ്ട്, നമ്മളെ ഈ ബോധം എങ്ങനെ ഇരിക്കുന്നു, അനന്തമായ ഒരു ബോധം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ബ്രഹ്മജ്ഞാനം. എന്താണ് ബ്രഹ്മജ്ഞാനമെന്ന് നമുക്ക് അപ്പോഴും മനസ്സിലാകും. അപ്പോൾ ജി മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ പ്രാണതത്വത്തിൽ പറയുന്നത്, അദ്ദേഹം ഒരു ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിച്ചതാണ്, കുണ്ടലിനി യോഗം അഭ്യസിച്ചയാളാണ്. അദ്ദേഹത്തിനുണ്ടായ ആത്മാനുഭൂതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ബ്രഹ്മം നമ്മളെ ആഗിരണം ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. നമ്മളെ അബ്സോർബ് ചെയ്യുന്നു. ആ അവസ്ഥ അദ്ദേഹത്തിനുണ്ടായപ്പോൾ സമാധിയിലേക്ക് പോയപ്പോഴേ. പിന്നെ പറയുന്നത് അതിലേക്ക് ആണ്ടുപോവുകയാണ്. അത് ആവേശകരമെന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ആവേശകരമാണ്, ഭീതിപ്പെടുത്തും, പേടിയുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരവസ്ഥയാണ്. അപ്പോൾ ശരീരമൊക്കെ അങ്ങ് നിശ്ചലമായി പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണത് പറയുന്നത്. വിവേകാനന്ദ സ്വാമി ഈ ശ്രീരാമകൃഷ്ണ പരമഹംസനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് കൈവച്ചപ്പോൾ ഉണ്ടായ അനുഭവം, അയ്യോ അങ്ങ് എന്താണ് എന്നോട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഭയന്നുപോയി. അപ്പോൾ ഇപ്പോൾ വേണ്ട, സമയമായില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിവെക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയപ്പോൾ ഈ ബ്രഹ്മാനുഭവം ഉണ്ടായി അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശങ്കരാചാര്യ സ്വാമികൾക്കുണ്ടായ അനുഭവം. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ ഈ ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഇരിക്കുന്ന ചുറ്റുപാടും ഈ ഇരിക്കുന്ന ഈ വീട്, ജനാല, വാതിലെല്ലാം പൊട്ടിത്തെറിച്ച് എല്ലാം ശൂന്യതയിലേക്ക് പോകുന്ന അനുഭവം പ്രത്യക്ഷമായിട്ടാണ് അദ്ദേഹത്തിനുണ്ടായത്. പ്രത്യക്ഷത്തിൽ നേരിട്ട് കണ്ണുകൊണ്ടാണ് അവിടെ അനുഭവിക്കുന്നത്. അങ്ങനെയാണതുണ്ടാകുന്നത്. കാരണം ഈ കുണ്ടലിനി ശക്തി ഉണരുകയാണ്. ബോധത്തെ പ്രദാനം ചെയ്യുന്ന ശക്തിയാണ് കുണ്ടലിനി ശക്തി. അത് ഉയരുമ്പോൾ ഒരുപാട് ചൂടുണ്ടാവും, ഹീറ്റുണ്ടാകും. അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ തലച്ചോറിനുണ്ടാകണം, ഇല്ലെങ്കിൽ എല്ലാം പോയി. അപ്പോൾ അത്രയും പവറാണ്, പവറോടുകൂടിയാണ് അത് വരുന്നത്.
ഈ അനുഭവം ഉണ്ടാകുന്നത് ബ്രഹ്മാനുഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അമേരിക്കയിലിരുന്നിട്ട് ഇങ്ങനെ ഉണ്ടായത്. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ പറഞ്ഞു. പിന്നെ മോഹൻദാസ് പറയുന്നു, ഈ പ്രപഞ്ച മാല്യമെന്ന് പറയുന്നുണ്ട്. അതായത് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള എല്ലാ വസ്തുക്കളും ഒരു മാലയിൽ കോർത്ത് ഇട്ടാൽ ആ മാലയിൽ കോർത്തിരിക്കുന്ന നൂലാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മത്തിലെല്ലാം കോർത്തിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സർവ്വതും ബ്രഹ്മത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയായിട്ട് മാത്രം നിന്നല്ല പറയുന്നത്, ബ്രഹ്മജ്ഞാനി എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഞാൻ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ലോകത്ത് ഞാൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സർവ്വവ്യാപിയാണ്, ലോകത്ത് വ്യാപിച്ചിരിക്കുന്നു, എല്ലാം എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, എന്നാൽ ഞാൻ അവയിൽ സ്ഥിതി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന വസ്തുക്കളിലൊക്കെ ഭഗവാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലൊന്നും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നില്ല. ഇതെല്ലാം ഭഗവാനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നെടുക്കണം. എല്ലാം എന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, ഞാൻ അവയിൽ സ്ഥിതി ചെയ്യുന്നില്ല. ഈ അത്ഭുതകരമായ ഘടനാ സാമർഥ്യത്തെ, എൻ്റെ ഘടനാ സാമർഥ്യം, ഞാനിതൊക്കെ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു സാമർഥ്യം എന്താണെന്ന് നീ നോക്കൂ എന്ന് പറഞ്ഞു. അതിനുശേഷമൊക്കെയാണ് ആ യോഗത്തിലാണ് വിശ്വദർശനം കാണിക്കുന്നത്. അതൊക്കെ കണ്ടിട്ട് അർജുനൻ ഭയന്നു പോവുകയാണ് ചെയ്യുന്നത് ആ സമയത്ത്. അപ്പോൾ എല്ലാം എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, ജീവജാലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതും ഞാൻ, എന്നിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉൽപ്പത്തി തുടങ്ങുന്നത്, എല്ലാറ്റിനെയും ഞാൻ ധരിക്കുന്നു, എന്നാൽ അവയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എന്ന് ഒന്നുകൂടി ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ വിശദമാക്കുന്നുണ്ട്. ശ്ലോകം ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. വായു ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന വായു സർവ്വവ്യാപിയായിട്ട് ഈ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ ആകാശത്തിൽ ഒട്ടിപ്പിടിക്കുന്നില്ലല്ലോ വായു, ഒട്ടിപ്പിടിക്കുന്നില്ല. ഒരു സംഘവുമില്ലാതെയാണ് ആകാശത്തിൽ ഈ വായു സ്ഥിതി ചെയ്യുന്നത്. അതുപോലെയാണ് ഇതെന്ന് നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രഹ്മത്തെ സഗുണം ബ്രഹ്മമെന്നും നിർഗുണ ബ്രഹ്മമെന്നും നിർവഹിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറയാം. ബ്രഹ്മത്തെ നിർഗുണമെന്ന് പറയുന്നുണ്ട്. നിർഗുണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരുന്നത് സത്വം, രജസ്, തമസ്, ഈ ഗുണങ്ങളെക്കുറിച്ച് പറയാം. സത്വഗുണമെന്ന് വെച്ചാൽ സൗമ്യത, പ്രസന്നത, ഇതൊക്കെ സത്വഗുണത്തിൻ്റെ ലക്ഷണമാണ്. രജോ ഗുണമെന്ന് പറയുമ്പോൾ അഹങ്കാരം, ഞാൻ എന്തൊക്കെയാണെന്നൊരു ഭാവം, ഇതൊക്കെ രജോ ഗുണത്തിൽ വരുന്നതാണ്. തമോ ഗുണത്തിൽ വരുമ്പോൾ അലസത, അജ്ഞത, അറിവില്ലായ്മ, വിവരക്കേട്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതൊന്നും ഈ ബ്രഹ്മത്തെ തൊട്ട് തീണ്ടിയിട്ടില്ല. ബ്രഹ്മം നിർഗുണം ആണെന്ന് പറയുമ്പോൾ, ഇനി ഗുണം എന്ന് പറയുന്നത് 24 തരത്തിലുള്ള ഗുണങ്ങളെയാണ് ന്യായശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഗുണങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഒരു ദ്രവ്യം ഉണ്ടായി തീരും. അതായത് ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് രൂപം. രൂപം എന്ന് വെച്ചാൽ നിറം, ആകൃതി എന്നൊക്കെ പറയാം. അപ്പോൾ ഏതൊരു വസ്തുവിനും ആകൃതി അല്ലെങ്കിൽ നിറമുണ്ടായിരിക്കും. ആ നിറം എന്ന് പറയുന്ന ഗുണത്തിന് സ്വതന്ത്രമായിട്ട് സ്ഥിതി ചെയ്യാൻ പറ്റില്ല. അതിനൊരു ദ്രവ്യത്തെ ആശ്രയിച്ചിരിക്കാനേ പറ്റൂ. ദ്രവ്യത്തിലേ ആ ഗുണത്തിന് ഇരിക്കാൻ പറ്റും. അല്ലാതെ ഈ നിറങ്ങളൊന്നും ഈ ദ്രവ്യത്തിൽ ഇരിക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി രൂപം കഴിഞ്ഞാൽ അടുത്ത ഗുണമാണ് രസം എന്ന് പറയുന്നത്. രസം എന്ന് പറയുന്നത് എത്രയോ രസങ്ങളുണ്ട്. എരിവ് രസം, എരിവ്, പുളിപ്പ്, കയ്പ്പ്, മധുരം, ഇതൊക്കെ രസങ്ങളാണ്. ഈ രസങ്ങളും ഏതൊരു വസ്തുവിലാണ് ഇരിക്കുന്നത്. മാങ്ങയുടെ പുളിപ്പ്, മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മധുരം, അപ്പോൾ ഇതൊക്കെ ഈ രസവും വസ്തുവിലാണ് ഇരിക്കുന്നത്. ആ വസ്തുക്കളെ നമുക്ക് ഉപയോഗിക്കുമ്പോഴാണ് ആ രസം മനസ്സിലാകുന്നത്. അപ്പോൾ രസം രണ്ടാമത്തെ ഗുണമായി. അപ്പോൾ രൂപം, നിറം, ആത്മാവിന് രൂപമില്ല, നിറമില്ല. ബ്രഹ്മത്തിന് നിറമില്ല, രസമില്ല. ബ്രഹ്മത്തെ പുളിപ്പാണോ കയ്പാണോ അങ്ങനെയൊന്നും അനുഭവിച്ച് ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല. പിന്നെയുള്ളത് ഗന്ധം. ബ്രഹ്മത്തെ മണത്ത് നോക്കാൻ പറ്റുമോ? ഇല്ല. ഗന്ധമുള്ളത് പിച്ചിപ്പൂവിൻ്റെ വാസന, മുല്ലപ്പൂവിൻ്റെ വാസന. ദുർഗന്ധവും സുഗന്ധവും 2 ടൈപ്പുണ്ട്, ദുർഗന്ധവും സുഗന്ധവും. ഈ ഗന്ധങ്ങളും ഈ ബ്രഹ്മത്തിനില്ല. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഇന്ദ്രിയങ്ങളെയാണ് പുറത്തേക്ക് നമുക്ക് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ അകത്തോട്ട് വെച്ചിരിക്കുന്നത് ഈ മനസ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ, അന്തരിന്ദ്രിയമായിട്ട്. അത് ആത്മാവുമായിട്ട് ഒരല്പം കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് യോഗികൾക്ക് പ്രാണായാമത്തിലൂടെയും യോഗ സാധനയിലൂടെയും ബ്രഹ്മജ്ഞാനം നേടാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ കഴിയില്ല. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും തുറന്ന് മുമ്പോട്ടാണ് വച്ചിരിക്കുന്നത് ഈശ്വരൻ. അപ്പോൾ അകത്ത്
നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അതുപോലെ മറ്റൊരു ഗുണമാണ് സ്പർശം എന്ന് പറയുന്നത്. ഈ സ്പർശം നമുക്ക് തൊട്ട് അറിയാൻ പറ്റില്ല. ബ്രഹ്മത്തെ തൊട്ട് മനസ്സിലാക്കാൻ പറ്റൂ, ഇതാണ് ബ്രഹ്മം എന്ന് തൊട്ട് അറിയാനും പറ്റില്ല. പിന്നെ ബ്രഹ്മത്തിന് ഇത്ര വെയിറ്റ്, ഗുരുത്വം, ദ്രവത്വം, ഇങ്ങനെ 2 ഗുണങ്ങളുണ്ട്. ഗുരുത്വം എന്ന് വെച്ചാൽ വെയിറ്റ്, ബ്രഹ്മത്തിന് ഇത്ര കിലോ ഭാരമുണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. അതുപോലെ ദ്രവത്വം, ഒഴുകുന്ന സ്വഭാവം, അതുമില്ല. പിന്നെ പരിമാണം, അളവ്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 24 ടൈപ്പ് ഗുണങ്ങളുണ്ട്. ഞാൻ എല്ലാം വിശദമായിട്ട് പറയുന്നില്ല. ആ ഗുണങ്ങളൊന്നുമില്ല ബ്രഹ്മത്തിന്. അപ്പം നിർഗുണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യം മനസ്സിലായല്ലോ. ഇനി സഗുണബ്രഹ്മം എന്ന് പറയുമ്പോഴോ, സഗുണബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ കാണുന്നു, ശ്രീരാമനെ കാണുന്നു. ഗുണമുണ്ടല്ലോ. ശ്രീകൃഷ്ണന് സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ശ്രീകൃഷ്ണൻ റിയലിസ്റ്റിക് സോളാണ്, ആത്മജ്ഞാനിയാണ്, ബ്രഹ്മജ്ഞാനിയാണ്. എന്നിട്ടും അദ്ദേഹം യുദ്ധകളത്തിൽ വന്ന് ഭീഷ്മരെ വധിക്കാൻ പറ്റുന്നില്ല, ഒരു നിവൃത്തിയുമില്ല, അർജുനനെ കൊണ്ട് സാധിക്കുന്നുമില്ല. ദേഷ്യം വന്നു ശ്രീകൃഷ്ണന്. ദേഷ്യം വന്നിട്ട് ഈ ഭീഷ്മരെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം സുദർശന ചക്രം എടുത്തിട്ട് ഈ അർജുനൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ സ്ഥിതിയിൽ അദ്ദേഹത്തെ വധിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അർജുനൻ വന്ന് കാലി പിടിച്ചിട്ട് പറയുന്നു, ഞാൻ കൊല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ദേഷ്യം അവിടെ ഉണ്ടായി ഒരു ജ്ഞാനിക്ക്. അതുപോലെ തന്നെ കൊടിക്കൂറയുടെ മുകളിലാണ് ഹനുമാൻ ഇരിക്കുന്നത്. ത്രേതായുഗത്തിലെ ഹനുമാൻ സ്വാമി കൊടിക്കൂറയുടെ മുകളിൽ ഇരിക്കുകയാണ്. ശ്രീരാമൻ്റെ ആ താരകമന്ത്രം രാമനാമം ജപിച്ച് ബ്രഹ്മജ്ഞാനിയായ ആളാണ്. എന്നിട്ടും അദ്ദേഹം ഇരിക്കുമ്പോൾ കർണൻ നിന്ന് യുദ്ധം ചെയ്യുകയാണ്. കർണൻ്റെ അമ്പുകളേറ്റ് അർജുനൻ ആകെ വല്ലാതെ ഭീതിപ്പെടുകയാണ്. പേമാരി പോലെ പെയ്യുകയാണ്. ശ്രീകൃഷ്ണൻ്റെ കവചം പോലും അഴിഞ്ഞു വീണു. കവചം അഴിഞ്ഞു വീണിട്ടും ഈ കർണൻ ഇത് നിർത്തുന്നില്ല, തുടരെ അമ്പയക്കുന്നു. പെട്ടെന്ന് മുകളിലിരുന്ന് ഹനുമാന് ദേഷ്യം വന്ന് എടുത്തിങ്ങ് ചാടി കർണനെ കൊല്ലാനായിട്ട്. കർണൻ ഭയന്നുപോയി. കർണൻ മാത്രമല്ല ഭയന്നത്, കൗരവപ്പട, പാണ്ഡവപ്പട എല്ലാം പേടിച്ചുപോയി. അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇത് ത്രേതായുഗമല്ല ഹനുമാൻ എന്ന് പറയുന്നു, കോപം അടക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ റിയലിസ്റ്റിക് സോളാണെങ്കിലും ഈ കർമ്മമണ്ഡലത്തിലേക്ക്, ഈ ഭൂമിയിലെ കർമ്മഭൂമിയിലെത്തിയപ്പോൾ അതിനൊത്ത് പ്രവർത്തിക്കേണ്ടി വന്നു. അപ്പോൾ സത്വം, രജസ്, തമസ്, ഈ ഗുണങ്ങളെല്ലാം ആർക്ക് വന്നു? സഗുണ ബ്രഹ്മങ്ങൾക്ക് വന്നില്ലേ? വന്നു. അതേസമയം ബ്രഹ്മം നിശ്ചലമല്ലേ? ഇതൊന്നുമില്ല. അപ്പോൾ അതറിയണമെങ്കിൽ ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് ഇതാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഈ ബ്രഹ്മത്തിൽ വികാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ ശക്തി അവിടെ സ്ഫുരിച്ചിട്ടാണ് ഈ പല പ്രകാരത്തിലുള്ള രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ടായി, വികാരങ്ങളൊക്കെ ഉണ്ടായി ഇത് നമ്മൾ അറിയപ്പെടാൻ തുടങ്ങിയത്. ശരിക്കും അതുകൊണ്ടാണ് രമണ മഹർഷി പറയുന്നത്, ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ബോഡിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഇതൊരു കടുത്ത സ്വപ്നമാണ് ഈ ജാഗ്രത എന്ന് മനസ്സിലാകും. നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അയ്യോ ഇത് സ്വപ്നമായിരുന്നു, ഞാൻ ഈ ഭയപ്പെട്ടല്ലോ, ഇതൊന്നും സംഭവിച്ചില്ല. അതുപോലെയാണ് ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച്. പോയ പോക്കിൽ തിരിച്ചു വരുമ്പോൾ ജ്ഞാനിയാണ്. അപ്പോൾ ഈ ജ്ഞാനിക്ക് അനുഭവപ്പെടുന്നത് ഈ കടുത്ത ജാഗ്രതാണിത്, സ്വപ്നത്തെക്കാളും കടുത്ത ജാഗ്രതാണ്. സ്വപ്നത്തെക്കാൾ വലിയ സ്വപ്നമാണിത് ഈ ലോകം. അതുകൊണ്ടാണ് ഈ മായ എന്ന് പറയുന്നത്. ഈ മായ, ഇതെല്ലാം മായ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. വ്യാവഹാരിക ലോകത്തിൽ മായയുണ്ട്, അത് സത്യമാണ്. ഈ മായ സത്യമായിട്ട് ശങ്കരാചാര്യ സ്വാമികളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ബ്രഹ്മജ്ഞാനം നേടുന്ന സമയത്ത് ഉള്ള യാഥാർത്ഥ്യ ബോധം എന്ന് പറയുന്നത് വേറെയാണ്. പിന്നെയുള്ളത് മിന്നലിൻ്റെ പ്രകാശം, സൂര്യൻ്റെ പ്രകാശം, ചന്ദ്രൻ്റെ പ്രകാശം, നക്ഷത്രങ്ങളുടെ പ്രകാശം. ഈ പ്രകാശങ്ങളൊന്നും ബ്രഹ്മപ്രകാശത്തിൻ്റെ മുൻപിൽ ഒന്നുമല്ല. അപ്പോൾ ഇവയ്ക്കെല്ലാം പ്രകാശം കൊടുക്കുന്നത് ബ്രഹ്മമാണ്. അപ്പോൾ അതെന്താണെന്ന് പോലും ഊഹിച്ചറിയാൻ ഒരു നിവൃത്തിയുമില്ല. പിന്നെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട്. നമുക്ക് ഇന്ദ്രിയങ്ങൾ മുമ്പോട്ടാണ് തന്നിരിക്കുന്നത്, എല്ലാം വെളിയിലേക്കാണ് ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത്. ചെവി കൊണ്ട് കേൾക്കാനേ കഴിയൂ, കാണാൻ പറ്റില്ല, രസം അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രസമില്ല, നിറമില്ല എന്നൊക്കെ പറയാൻ പറ്റൂ? ഇല്ല. അതുപോലെ കണ്ണുകൊണ്ട് കാണാനേ പറ്റൂ, നാവ് കൊണ്ട് രസം അറിയാനേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ തൊക്കുകൊണ്ട് തൊട്ട് നോക്കി അറിയാൻ പറ്റും. തൊട്ട് നോക്കുന്ന ഒരാളിനെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത് പോലെ കാണാൻ പറ്റുമോ? അതുമില്ല, അങ്ങനെയും പറ്റില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കൊരു പരിധിയുണ്ട്, ഇന്ദ്രിയങ്ങളുടെ അറിവിലൊരു പരിധി ഉണ്ട്. പരുന്തിനാണെങ്കിൽ ദൂരെ എത്രയോ ഉയരത്തിൽ നിന്ന് താഴെയുള്ള സൂക്ഷ്മ വസ്തുക്കളെ വരെ കാണാം. പക്ഷെ നമുക്കത്രയും ഉണ്ടോ? പവറില്ല.
പട്ടികൾക്ക് ചില സൂക്ഷ്മ ഇത് കാണാൻ സാധിക്കുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇത് വെച്ചിട്ടുണ്ട്. ആത്മാവ് അത് ബോധിപ്പിച്ചു തരികയാണ്. ഈ അറിവെന്ന് പറയുന്ന ആത്മാവിലോട്ട് ചെല്ലുകയാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഓരോ അറിവും അറിയുന്നതാരാണ്? ഞാനാണ് അറിയുന്നത്. നമ്മുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് വെച്ചിട്ട് ഇതാണ് ഞാനെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചെവി അറുത്ത് വെച്ചു, ഇതാണ് ഞാൻ. ശരീരം വരെ കട്ട് ചെയ്ത് വെച്ചിരുന്നാലും ഇതൊന്നുമല്ല ഞാൻ. അതാണ് നേതി എന്ന് ശാസ്ത്രം പറഞ്ഞു പോകുന്നത്. പിന്നെ അതുപോലെ ബുദ്ധിക്കൊരു പരിധിയുണ്ട്. നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ചിട്ടുള്ള അറിവ്, ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ സംസാരിക്കൂ. അതിനപ്പുറം എന്ത് തത്വം വന്നിരുന്നാലും നമ്മളതൊന്നും അംഗീകരിക്കില്ല. കാരണം മസ്തിഷ്കം അംഗീകരിക്കില്ല. നമ്മളിലുള്ള വിവരങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആരെന്ത് അശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നാലും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഈ ആത്മീയമായിട്ടുള്ള പാതയിൽ വരുമ്പോൾ ഇതെല്ലാം അസത്യമാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നത്. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, കാണാത്തതും കേൾക്കാത്തതും ഉണ്ട്, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഉണ്ട്. അപ്പോൾ ആ തലത്തിലേക്ക് വരുന്നു. അപ്പോൾ യുക്തിക്ക് അപ്പുറമാണ് ആത്മാനുഭവം എന്ന് പറയുന്നത്. യുക്തിക്കൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നതിനും അപ്പുറമാണ്, മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ് ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അനുഭവം. അപ്പോൾ ബ്രഹ്മാനുഭവം ഉണ്ടാകണമെങ്കിൽ വിചാരങ്ങൾ അറ്റുപോകണം. വിചാരങ്ങൾ അറ്റ അവസ്ഥയാണ് സത്യമെന്നാണ് രമണ മഹർഷി പറഞ്ഞിട്ടുള്ളത്. വിചാരം അറിയുക എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? ഇല്ല, അത് പ്രയാസമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വിചാരത്തെ അറ്റുപോകേണ്ടത്? അതിനെന്തൊക്കെ മാർഗങ്ങളുണ്ട്? 112 തരത്തിലുള്ള സാധനാ മാർഗങ്ങളെക്കുറിച്ച് ശിവൻ, പരമശിവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അതിലൊരു മാർഗമാണ് ആനാപാനാസതി എന്ന് പറയുന്നത്. അത് ബുദ്ധ ഭഗവാനാണ് അത് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം അതിലൂടെയാണ് എൻലൈറ്റൻഡ് ആയത്. അപ്പോൾ അദ്ദേഹത്തിന് ആ സാക്ഷാത്കാരം ലഭിച്ചു. ഈ ജനനം ഇതെങ്ങനെയുണ്ടായി, ഈ സൃഷ്ടി എങ്ങനെയുണ്ടായി, ഇതെല്ലാം മായയാണ്, ഇതെല്ലാ ബോധവും അദ്ദേഹത്തിന് ബോധം ഉദിച്ചു എന്നാണ് പറയുന്നത്. സാധാരണ നമ്മളിൽ കാണുന്ന ബോധമല്ല, അതിനപ്പുറമുള്ള ബോധം, ഈ അനന്തമായ പ്രപഞ്ച മനസ്സുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ആ ബോധം ഉണ്ടായി. എല്ലാറ്റിനെക്കുറിച്ചും അറിവുണ്ടായി. അതുകൊണ്ടാണ് സർവജ്ഞൻ എന്ന് പറയുന്നത്. സർവശക്തനായിട്ട് മാറുകയാണ്. പല സിദ്ധി വൈഭവങ്ങളും അങ്ങനെ ഉണ്ടാകുന്നതാണ്. ഉൽപ്പത്തി രഹസ്യത്തെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് ഒന്ന് വിശദീകരിക്കാം. അത് വിശദമാക്കുക എന്ന് പറഞ്ഞാൽ, ശാസ്ത്രീയമായിട്ട് വിശദമാക്കുക എന്ന് പറഞ്ഞാൽ അതിനും ഒരു പരിധിയുണ്ട്. അതാണ് ഒരു ലിമിറ്റുണ്ട്. എങ്കിലും ഒരു ശാസ്ത്രീയതയിലേക്ക് കടന്നു വരാം. എന്തായാലും ഈ ആകാശം എന്ന് പറയുന്നതുണ്ടല്ലോ, ആകാശമുണ്ടായി, ഇത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്ന് പറയാം ആകാശം. പക്ഷേ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടാം. എന്താണ് ബ്രഹ്മം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ ബൃഹത്തായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് ആകാശമുണ്ടായി. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസാണ്, ഇടം. ഇതെല്ലാം ആകാശമാണ്. ഈ കാണുന്ന എല്ലാം ആകാശമാണ്. ആകാശത്തിലാണ് ഭൂമി, സൂര്യൻ, നക്ഷത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ആകാശത്തിലാണ്. ഗുരുത്വാകർഷണ ബലം കൊണ്ട് അവയൊന്നും താഴേക്ക് വീണു പോകുന്നില്ല. എവിടെയാണ് മുകളിലേക്ക് എത്ര പോയിരുന്നാലും ഒരു അന്തവുമില്ല, താഴേക്ക് എത്ര പോയാലും അന്തമില്ല. ഏത് വശങ്ങളിലേക്ക് പോയിരുന്നാലും ഈ ആകാശത്തിൻ്റെ ഒടുക്കം, അവസാനം ഒന്നും കാണാൻ സാധിക്കില്ല. ഈ ആകാശത്തേക്കാൾ ആകാശമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ ആകാശം ഉണ്ടായത്. ഇപ്പോൾ ഈ ആകാശം എന്ന് കേൾക്കുമ്പോൾ ശൂന്യമാണെന്ന് തോന്നും. പക്ഷേ ശൂന്യമൊന്നുമല്ല ആകാശം. ആകാശത്തിൽ ഫുൾ എനർജിയാണ്, റേഡിയേഷൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത്. ശൂന്യാകാശം. ഈ ശൂന്യാകാശ സഞ്ചാരികൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ശബ്ദം കേൾക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആ ശബ്ദം അറിയാം. അതുപോലെ ശൂന്യ ആകാശത്തിൽ അനുഭവപ്പെടുന്ന ഈ ആകാശത്തിലുണ്ടാകുന്ന ഈ സൂക്ഷ്മനാദം കേൾക്കാൻ തക്ക തരത്തിന് ഉള്ള ശക്തി യോഗികൾക്കുണ്ട്. അവർക്ക് ആ സൂക്ഷ്മനാദം കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ വവ്വാലിന് അൾട്രാസോണിക് സൗണ്ട് കേൾക്കാമല്ലോ, നമ്മൾ കേൾക്കാൻ പറ്റുന്നില്ല. അത് ശാസ്ത്രം കണ്ടുപിടിച്ചത് കൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിലോ അതിലും ചോദ്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ ശൂന്യാകാശ സഞ്ചാരികളും പറഞ്ഞിട്ടുണ്ട് ശബ്ദം കേൾക്കാം. ശബ്ദം, അങ്ങനെ ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. അപ്പോൾ ശബ്ദം എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ ഗുണമാണ്. ഇനി പറയുന്ന ആകാശത്തിലാണ് ഈ വായു കിടക്കുന്നത്. ആകാശത്തിലാണല്ലോ വായു കിടക്കുന്നത്. വായു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് അതിൽ? ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, ഇങ്ങനെ എത്രയോ വാതകങ്ങളാണ് ഈ വായു എന്ന് പറയുമ്പോൾ അതിൽ കിടക്കുന്നത്. എല്ലാം ആകാശത്തിലല്ലേ സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ H2O എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഹൈഡ്രജൻ്റെ 2 തന്മാത്രകൾ ഓക്സിജൻ്റെ 1 തന്മാത്രയും കൂടെ ചേരുമ്പോൾ അവിടെ ആദ്യം ഉണ്ടാകുന്നത് പുകയല്ലേ. ആദ്യം ഒന്ന് പുകയുന്നു, പുക ഉണ്ടായിട്ട് അതിൽ നിന്ന് തീ ഉണ്ടാകുന്നു, അല്ല പുകയുണ്ടായിട്ട് പിന്നെ ജലം ഉണ്ടാവുകയാണ്. പുകയണമെങ്കിൽ അവിടെ അഗ്നിയുടെ സമ്പർക്കമില്ലാതെ പുകയെടുക്കില്ലല്ലോ. അപ്പോൾ ഈ വായുവിൽ നിന്ന്, ഈ വാതകത്തിൽ നിന്ന് വാതകങ്ങൾ രണ്ടും ഒന്ന് കൂടിക്കലർന്നു ഒരു സ്പാർക്ക് ഉണ്ടായപ്പോഴാണ് H2O അല്ലേ, ഹൈഡ്രജനും ഓക്സിജനും ഇവിടെ ചേർന്നപ്പോഴാണ് ഒരു സ്പാർക്ക് ഉണ്ടായപ്പോൾ അതിൽ നിന്നൊരു പുകയെടുത്തു. അപ്പോൾ അവിടെ അഗ്നിയുടെ ഇതുണ്ട്, അതിൽ നിന്ന് ജലമുണ്ടായി. അപ്പോൾ വായുവിൽ നിന്ന് അഗ്നിയുണ്ടായി, അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി എന്ന് നമുക്ക് ഈ തരത്തിൽ പറയാൻ സാധിക്കും. ഇനി ഈ ജലത്തിൽ നിന്നാണ് ഖരമുണ്ടായത്. ജലം ഒന്ന് തണുത്തുറഞ്ഞു കഴിയുമ്പോൾ അത് ഖരാവസ്ഥയെ പ്രാപിക്കുന്നു. അതിൽ നിന്നിട്ടാണ് ഭൂമി ഉണ്ടായതെന്ന് പറയുന്നു. ജലത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായതെന്ന് പറയുന്നു. അതിലോട്ട് കുറച്ച് ശാസ്ത്രീയതയിലേക്ക് കടക്കണമെങ്കിൽ അത്രയും ജ്ഞാനം നമുക്കുണ്ടെങ്കിലേ സാധിക്കും. ബ്രഹ്മജ്ഞാനിക്ക് അത് കറക്റ്റായിട്ട് കണ്ട് പറയാൻ സാധിക്കും. നമ്മളത്രയും ആയിട്ടില്ലല്ലോ അത്. അപ്പോൾ ഈ ഭൂതങ്ങൾ എലിമെൻറ്റ്സ് കൂടിച്ചേരാതിരിക്കുമ്പോൾ, എലിമെൻറ്റ്സ് എല്ലാം കൂടിച്ചേരുമ്പോഴാണല്ലോ ഈ പഞ്ചീകൃതമെന്നാണ് അതിനെ നമ്മൾ വേദാന്ത സാരത്തിൽ വിളിക്കുന്നത്. എലിമെൻറ്റ്സ് കൂടിച്ചേർന്നില്ലെങ്കിൽ, ഈ ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്നില്ലെങ്കിൽ അതിനെ അപഞ്ചീകൃതം എന്ന് വിളിക്കും, കൂടിച്ചേരാത്ത ആ അവസ്ഥ. പക്ഷേ ഈ ഭൂതങ്ങളുടെ എല്ലാം ഈ സ്ഥൂലമായിട്ടുള്ളതൊക്കെ നശിക്കുന്നു, എങ്കിലും സൂക്ഷ്മമായ പഞ്ചഭൂതങ്ങൾ നശിക്കുന്നില്ല. പരമാണു രൂപത്തിൽ ഇരിക്കുന്നതെന്ന് നാശമില്ല എന്നാണ്. അത് നിത്യമാണ്, എന്നെന്നും ഉണ്ട്, നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. സൂക്ഷ്മ തന്മാത്രകളുണ്ട്. നമുക്ക് ആ ബ്രഹ്മത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ഏതാണ്ടൊരു രൂപമായല്ലോ. ഇനി ആകാശം എന്ന് പറയുന്നത്, ആകാശവും ഈ ബ്രഹ്മം എന്ന ചൈതന്യത്തിലാണ് ഈ ആകാശവും കിടക്കുന്നത്. ബ്രഹ്മത്തിലാണ് എല്ലാം കിടക്കുന്നത്. ആകാശത്തിലാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാം കിടക്കുന്നത്. ആകാശത്തിലാണ്. ഈ ആകാശം കിടക്കുന്നത് ഈ ബ്രഹ്മം എന്ന ചൈതന്യത്തിലാണ്. അതാണ് ഈ എനർജി കംപ്ലീറ്റ് എല്ലായിടത്തും ഉണ്ടല്ലോ എനർജി. ഇപ്പോൾ ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹം മോക്ഷപ്രദീപം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം റിസർച്ച് ചെയ്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് ആനന്ദം ബ്രഹ്മമാണ്, ശക്തി എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ശക്തി ബ്രഹ്മമാണ്, ആനന്ദവും ശക്തിയുമാണ് ബ്രഹ്മം എന്ന് പറയുന്നുണ്ട്. ഈ കസേരയ്ക്ക് എനർജി ഇല്ലേ? കസേരയ്ക്ക് ശക്തി ഉള്ളത് കൊണ്ടാണ് ഈ കസേരയിൽ ഇരുന്നാൽ നമ്മൾ വീണു പോകാത്തത്. എല്ലാത്തിനും ശക്തിയുണ്ട്, എല്ലാറ്റിലും ശക്തി നിറഞ്ഞു നിൽപ്പുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ പ്രാണൻ വിഘടിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് അവിടെ ജീവനില്ലാത്തത്. പ്രാണൻ സംയോജിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഒരു ജീവൻ വയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ മഹോപനിഷത്താണ് പറയുന്നത് ആകാശത്തേക്കാളും ആകാശമാണ് ബ്രഹ്മം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും ഒക്കെ എത്രയോ ചെറുതായിട്ട് കാണുന്നു, അന്തമില്ലാത്ത ഈ ആകാശം. അപ്പോൾ ഇതിനൊരു പരിധിയില്ല. പിന്നെ ആ ആകാശം ഈ ബ്രഹ്മത്തിനുള്ളിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. നമുക്ക് കണ്ണെത്താവുന്ന ദൂരത്തല്ലേ കാണാൻ സാധിക്കൂ. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയത്തിന് പരിധിയുണ്ട്. എന്നാൽ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്ന രത്നമെന്നാണ് പറയുന്നത്, ഉപനിഷത്ത് പറയുന്നത്. ഈ രത്നം അപ്പോൾ ആചാര്യൻ ഗുരു ശിഷ്യനോട് പറയുന്നു, മനസ്സാകുന്ന രത്നത്തെ നീ എന്ത് ചെയ്യണം? വിവേകമാകുന്ന ജലം കൊണ്ട് കഴുകി അതിനെ ശുദ്ധമാക്കണം. അപ്പോൾ ആ മനസ്സെന്ത് ചെയ്യും? നിനക്ക് തേജസ്സിനെ പ്രദാനം ചെയ്യും, നിനക്ക് വെളിച്ചം കാട്ടിത്തരും. എന്ത് വെളിച്ചമാണ്? ബ്രഹ്മപ്രകാശം കാണിച്ചു തരുമെന്നാണ്. ഇപ്പോൾ ശ്രീബുദ്ധൻ്റെ അടുക്കൽ ആനാപാനസതി മെഡിറ്റേഷൻ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആരെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ വന്നാൽ അദ്ദേഹം 1 വർഷം മൗനവ്രതം അനുഷ്ഠിക്കാൻ പറയും ഇവരോട്, ശിഷ്യരോട്. 1 വർഷം വരെ മിണ്ടാൻ പാടില്ല. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? 1 വർഷം മൗനവ്രതം സ്വീകരിച്ചാൽ അവൻ്റെ പൂർവ്വജന്മങ്ങൾ എത്ര ജന്മം എടുത്തിട്ടുണ്ടോ ആ ജന്മം മുഴുവൻ സിനിമയിൽ എന്ന പോലെ, തിരശീലയിൽ എന്ന പോലെ അവന് ഫുള്ള് കാണാൻ പറ്റും. കണ്ടു കഴിയുമ്പോൾ അവന് അയ്യോ ഇങ്ങനെയൊക്കെയാണോ ഞാൻ, അപ്പം ഞാൻ എന്ന് പറയുന്നയാൾ എല്ലാ കാലത്തും ഉണ്ട്, ഞാൻ ആത്മാവാണ് എന്നൊരു ബോധം അവന് വരും. അതിനുശേഷമാണ് ആനാപാനസതിയിലേക്ക് അദ്ദേഹം തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പൂർവ്വജന്മങ്ങളെല്ലാം സിനിമ പോലെ കണ്ടു കഴിയാം.
ഇപ്പോൾ ഒരാഴ്ച നമ്മൾ മൗനവ്രതത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ജന്മമോ മറ്റോ സ്വപ്നത്തിലും മറ്റും കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 1 വർഷം വരെ എടുക്കുന്നയാളിന് ഫുൾ എത്ര ജന്മം ഉണ്ടെങ്കിലും അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ രഹസ്യങ്ങളുണ്ട്. ഇതൊക്കെ ആചാര്യന്മാരിങ്ങനെ വെളിപ്പെടുത്തി തരുന്നത് കൊണ്ടും പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടും നമുക്ക് ഇതൊക്കെ പറയാൻ സാധിക്കും. പിന്നെ പിൽക്കാലത്ത് വന്ന ബ്രഹ്മജ്ഞാനികൾ, ഇപ്പോൾ ലാഹിരി മഹാശയൻ, അദ്ദേഹം ക്രിയായോഗമാണ്. മഹാവതാർ ബാബാജിയാണ് അദ്ദേഹത്തിന് നേരിട്ട് ക്രിയായോഗ ദീക്ഷ കൊടുക്കുന്നത്. ലാഹിരി മഹാശയൻ, ലാഹിരി മഹാശയൻ്റെ ശിഷ്യനാണ് യുക്തേശ്വർ ഗിരി മഹാരാജ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് പരമഹംസ യോഗാനന്ദ സ്വാമികൾ. അദ്ദേഹമാണ് ഒരു യോഗിയുടെ ആത്മകഥ എഴുതിയത്. പിന്നീട് വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിന് മുമ്പാണ് വന്നത്. അതിനുശേഷമാണ് പരമഹംസ യോഗാനന്ദ സ്വാമി. ഇവരൊക്കെ ഈ പരമാത്മാവിനെ കുറിച്ച് പറയുന്നത് സൂപ്പർ കോൺഷ്യസ്നെസ് എന്നാണ് പറയുന്നത്. എന്താണ് പരമാത്മാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവെന്ത്, ബ്രഹ്മമെന്തെന്നൊക്കെ അറിയണമെങ്കിൽ സൂപ്പറായിട്ടുള്ള കോൺഷ്യസ്നെസ് അതാണ് എന്ന് പറയുന്നത്. ഈ സൂപ്പർ കോൺഷ്യസ് അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ബ്രെയിൻ അത്രയും വികാസം പ്രാപിച്ചാൽ നമുക്ക് ആ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാകും. എന്താണ് ബ്രഹ്മം, എന്താണ് പരമാത്മാവെന്ന് മനസ്സിലാകും. അതിപ്പോൾ ക്രിയായോഗയുടെ ഒരു ദീക്ഷയൊക്കെ കൊടുക്കുന്ന ഒരു സ്വാമിയുണ്ട്, ബ്രഹ്മാനന്ദഗിരി സ്വാമികൾ. കന്യാകുമാരി ജില്ലയിലുള്ള പന്നിഭാഗം ക്ഷേത്രത്തിന് അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റാണ് ക്രിയായോഗം അഭ്യസിച്ചാൽ ഉണ്ടാകുന്നത്. അപ്പോൾ അനവധി ജന്മങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ജന്മങ്ങളെന്ന് പറഞ്ഞാൽ 4 യുഗങ്ങളുണ്ട്. നമ്മളെ ഈ ബോധം എന്ന് പറയുന്നത് ഇപ്പം എന്നിലിരിക്കുന്ന ഈ ബോധം ഒരിക്കലും നശിക്കുന്നില്ല. ഈ ബോധം ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞിരുന്നാലും ഈ ബോധം ഇതുപോലെ തന്നെ ഉണ്ടാകും. പക്ഷെ ശരീരം മാത്രം മാറ്റം വന്നേ ഉള്ളൂ. വേറെ തരത്തിൽ ആ അന്നത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ചുള്ള ബോധമേ ഉണ്ടാകും. മുജ്ജന്മങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വരില്ല. നമുക്ക് ഈ കഴിഞ്ഞ മാസം ഇത്രാം തീയതി നടന്ന സംഭവം പോലും നമുക്ക് ഓർമ്മയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞ ജന്മങ്ങളൊക്കെ ഓർമ്മിക്കുന്നത്? അത് പ്രയാസമാണ്. അപ്പോൾ ഈ ബ്രെയിനിൻ്റെ വികാസം എന്ന് പറയുന്നത്, സാധാരണ ബോധം എന്ന് പറയുന്നത് കല്ലായി, മണ്ണായി, പുഴുവായി, പാറ്റയായി ഇങ്ങനെയൊക്കെ ജനിച്ചിട്ട് വന്നിട്ടാണ് പിന്നീട് 84 ലക്ഷം വർഷം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സാധാരണ ബോധം നമുക്ക് മാറിയിട്ട് സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് നമ്മളെ ബ്രെയിൻ എത്തണം. അത് വിവേകിയായ മനുഷ്യന് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് ആ മനുഷ്യ ജന്മം പാഴാക്കാതെ പരമാത്മാവിനെ അറിയാൻ ശ്രമിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂപ്പർ കോൺഷ്യസ് ആ സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് അനന്തമായ ആ ബോധത്തെക്കുറിച്ച്, പ്രപഞ്ചബോധത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ഈ പ്രപഞ്ചബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രപഞ്ച മനസ്സുമായി കണക്റ്റഡ് ആയി കഴിയുമ്പോൾ എല്ലാ മനസ്സുകളെയും നമുക്കറിയാൻ സാധിക്കും. എല്ലാ ആത്മാക്കളൊക്കെ അറിയാൻ സാധിക്കും. എല്ലാ ആത്മാക്കളുടെ ജീവിതങ്ങൾ വരെ പൂർവ്വജന്മങ്ങൾ, ഒരാൾ മുമ്പിൽ വന്നിരുന്നാൽ അയാളുടെ ജന്മം എത്ര ജന്മങ്ങൾ എടുത്തു എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങളും പറയാൻ യോഗിക്ക് കഴിയുന്നത് ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്നത് കൊണ്ടാണ്. അത്രയും ബ്രെയിൻ വികസിച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. നമുക്ക് അത്രയും ബ്രെയിൻ വികാസം പ്രാപിക്കണമെങ്കിൽ ക്രിയായോഗ ഒരു വിമാനമാർഗം എന്നാണ് പറയുന്നത്. വിമാനമാർഗം എന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് ഫ്ലൈറ്റിൽ കയറി നമ്മൾ പെട്ടെന്ന് സ്ഥലത്തെത്തുന്നത് പോലെ ഇരിക്കും. അതേസമയം നമ്മൾ ഭക്തിയിലേക്കൊക്കെ കഴിയുകയാണെങ്കിൽ, ഭക്തിമാർഗത്തിലാണെങ്കിൽ, പൂർവ്വജന്മ സംസ്കാരങ്ങൾ ഉള്ളയാളാണെങ്കിൽ ഭക്തിമാർഗത്തിൽ പോയാൽ അങ്ങനെയും കിട്ടും, സമാധി അവസ്ഥ കിട്ടും. അല്ലാത്ത ആളാണെങ്കിൽ എത്രയോ ജന്മങ്ങൾ ഇങ്ങനെ ചെയ്ത് സാധന ചെയ്ത് വരണം. അതിലും എളുപ്പമായ മാർഗമാണ് ക്രിയായോഗം, പ്രാണായാമം ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ ക്രിയായോഗം എന്ന് പറയുന്നത് മഹാവതാർ ബാബാജിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പല തെറ്റിദ്ധാരണകളുണ്ട്. അദ്ദേഹം നാഗേശനാണെന്നും ഒക്കെ തമിഴ്നാട്ടുകാരനാണെന്നുള്ള രീതിയിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ബ്രഹ്മാനന്ദഗിരി സ്വാമികൾ അത് ഖണ്ഡിക്കുന്നുണ്ട്. ശരിക്കും അദ്ദേഹം ടിബറ്റൻ യോഗിയാണ്, യോഗിവര്യനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, നാഗേശനൊന്നുമല്ല. അപ്പോൾ അത് അദ്ദേഹത്തോട് ചോദിച്ച് വിശദമായിട്ട് അറിയാം നമുക്ക്. അപ്പോൾ ബ്രഹ്മാനന്ദഗിരി സ്വാമികൾ തന്നെ ലാഹിരി മഹാശയൻ ഡയറി കുറിപ്പുകൾ എഴുതി വച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഡയറി കുറിപ്പുകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 10,60,000 തവണ നമ്മൾ പ്രാണനെ സുഷുമ്നയിലൂടെ സഞ്ചരിപ്പിക്കുന്ന ഒരാളിന് കുണ്ടലിനി ശക്തി ഉണർത്താൻ സാധിക്കും. എന്താണ് കുണ്ടലിനി ശക്തി എന്ന് വെച്ചാൽ ബോധത്തെ പ്രദാനം ചെയ്യുന്ന ശക്തി, സൂപ്പർ കോൺഷ്യസ്നെസ്.
ആ ലെവലിൽ നമ്മുടെ ബ്രെയിനിനെ എത്തിക്കാൻ സാധിക്കും. അതിനെന്ത് ചെയ്യണം? 10,60,000 തവണ പ്രാണനെ സുഷുമ്നയിലൂടെ സഞ്ചരിപ്പിക്കണം. നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ആ സുഷുമ്നയിലൂടെ പ്രാണനെ സഞ്ചരിപ്പിക്കുന്ന ക്രിയയാണ് ക്രിയാപ്രാണായാമം എന്ന് പറഞ്ഞിട്ട് 1ാമത്തെ ദീക്ഷയായിട്ട് കൊടുക്കുന്നത്. അത് ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോൾ ആ ശരീരത്തിൽ നമ്മൾ ഓക്സിജൻ കൂടുകയാണ്. ശരീരത്തിൽ ഓക്സിജൻ കൂടുമ്പോൾ ബ്രെയിനിന് ഓക്സിജൻ ശരിക്കും ആവശ്യമാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ എല്ലാ സെല്ലുകളും ശരീരത്തിൽ മൊത്തം ആക്റ്റീവാകും. എല്ലാ സെല്ലുകളും ആക്റ്റീവാകും ഈ പ്രാണായാമത്തിലൂടെ. നമ്മൾ വ്യായാമം ചെയ്ത് ശരീരം പുഷ്ടിപ്പെടുത്തുന്നുണ്ടല്ലോ, അതുപോലെ നമ്മൾ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തണം. ആത്മാവിൻ്റെ പുഷ്ടി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ അല്ല പുഷ്ടി, നമ്മളെ മനസ്സ്, നമ്മളെ ബ്രെയിൻ, ഇതാണ് വികസിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തെ നല്ലൊരു ഉപകരണമാണ് ഈ ശരീരം കൊണ്ട് പ്രയത്നിക്കാമെങ്കിൽ നമ്മുടെ ഓക്സിജൻ ലെവൽ കൂട്ടി നമ്മുടെ എല്ലാ സെല്ലും ആക്റ്റീവാകുമ്പോൾ യുവത്വം വന്നു ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ 1 മണിക്കൂർ ഇടതടവില്ലാതെ ക്രിയാപ്രാണായാമം ചെയ്യാൻ പറയുന്നുണ്ട്. ക്രിയാപ്രാണായാമം എന്ന് പറയുമ്പോൾ സുഷുമ്ന പ്രാണായാമം എന്ന് പറയും. തമിഴ്നാട്ടുകാരത് വാശിയോഗം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല പേരിൽ. കാശ്മീരി ശൈവത്തിൽ പാശുപത വിദ്യ ഇങ്ങനെ പറയുന്നുണ്ട്. അത് 1ാമത്തെ ദീക്ഷയിൽ കൊടുക്കുന്നതാണ് ഈ പ്രാണായാമം. അത് ഗുരുമുഖത്ത് നിന്ന് തന്നെ അഭ്യസിക്കണം. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ ഇടതടവില്ലാതെ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മളിലുള്ള ശത്രുക്കൾ, നമ്മളെ ശത്രുക്കളുണ്ടല്ലോ, പുറമേ അല്ലല്ലോ, കാമം, ക്രോധം, ലോഭം, മോഹം, ഇതെല്ലാം അറ്റുപോകുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം അറ്റുകഴിഞ്ഞാൽ വികാരത്യാഗമാകുന്നു. വികാരങ്ങളെ ത്യജിച്ച് കഴിയുന്നതാണ് യഥാർത്ഥ ത്യാഗം എന്ന് പറയുന്നത്. ആ ത്യാഗമാണ് വേണ്ടത്. ത്യാഗമാണ് സന്യാസം എന്ന് പറയുന്നത്. സംന്യാസം. ഈ വികാരങ്ങളെ ത്യജിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. അതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയുന്നത്, കാമിനിയിലും കാഞ്ചനത്തിലുമുള്ള ആശ ആർക്കാണോ അറ്റുപോകുന്നത് അവൻ ബ്രഹ്മജ്ഞാനത്തിന് യോഗ്യനാകും. കുറേ കാലം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആക്റ്റീവാകുമ്പോൾ നേരെ മനസ്സ് ഡൗൺ ആവുകയാണെങ്കിലോ ഇത്രയും ചെയ്തു വെച്ച ശക്തി മുഴുവൻ ദുഷിച്ച മാർഗങ്ങളിലേക്ക് പോകുന്നു. അതാണ് ആത്മീയമായ വിദ്യയിലേക്ക് ഇറങ്ങി പ്രയത്നിക്കുന്ന ഒരാളിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാമം കൂടും, ക്രോധം കൂടും, വല്ലാതെ ദേഷ്യപ്പെടും, മോഹം ഉണ്ടാകും. ഇങ്ങനെ വിവിധ വികാരങ്ങൾ ഉള്ളിലേക്ക് വരും. ഇതെല്ലാം അടക്കാനല്ലേ നോക്കുന്നത്. അടക്കാൻ നോക്കുമ്പോൾ ഈ നമ്മൾ പാലാഴി മഥനം എന്ന് പറയുമല്ലോ, പാലാഴി മഥനം ചെയ്യുമ്പോൾ ആദ്യം ഉയർന്നു വരുന്ന ഈ കാളകൂട വിഷമല്ലേ, ഈ വിഷം അത്രയും ഉയർന്നു വന്ന് അത് മുഴുവൻ പുറത്ത് പോവുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ പറയും, ഓ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? കാമം ഉണ്ടാകുന്നു, ദേഷ്യം ഉണ്ടാകുന്നു, ഒന്നിനെയും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, മനസ്സ് തന്നെ വല്ലാത്ത അജിറ്റേറ്റഡായി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഗുരുമുഖത്ത് നിന്ന് തന്നെ അഭ്യസിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പ്രത്യേകിച്ചും ക്രിയായോഗം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതെ അവനവൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാലക്രമേണ എന്നെങ്കിലും ഒരു കാലത്ത് ബ്രഹ്മജ്ഞാനം ഉണ്ടാകും. ഒരഭ്യാസവും ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ അഭ്യാസം ബലപ്പെടുത്തുമ്പോഴാണ്, അതാണ് കാലക്കടലിന് അത് ചിറയായിട്ട് മാറുമെന്ന് പറയുന്നത്. കാലമാകുന്ന കടലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ കടൽ എന്ന് പറയുന്നത് നമുക്ക് കടലിനെ ചുരുക്കി ഒരു ചിറയാക്കി കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ പ്രയത്നം വർദ്ധിപ്പിച്ചാൽ, ഏകാഗ്രത വർദ്ധിപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആത്മബോധത്തിലേക്ക് കിടക്കാം. 2-3 കൊല്ലമൊക്കെ കൊണ്ട് നല്ലൊരാളിന് ഒരു യോഗിയായിട്ട് ബ്രഹ്മജ്ഞാനിയായിട്ട് മാറാൻ സാധിക്കും. ഈ ലോക രഹസ്യങ്ങൾ പിടികിട്ടും. എന്തിനാണ് ഈ ജന്മം എടുത്തത്, എല്ലാ രഹസ്യങ്ങളും പിടികിട്ടും. സർവ്വഗ്രന്ഥികളും കെട്ടുകളും അറ്റുപോകും. അപ്പോൾ ഹൃദയഗ്രന്ഥികളിൽ ഈ കെട്ടുകൾ അറ്റുപോകുമ്പോൾ നമുക്ക് ബ്രഹ്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത്രയും ത്യാഗമുണ്ട്. എന്നാൽ കുറച്ച് അധ്വാനിച്ചിട്ട് ഓരോരുത്തർ സിദ്ധി വൈഭവങ്ങളൊക്കെ കാണുമ്പോൾ പേരിനും പ്രശസ്തിക്കും പോകുന്നു. പൊടി കൈകൾ കൊണ്ട് ഭസ്മം വരുത്തുക, ഇതൊക്കെ കാണിക്കുക, പിന്നെ രോഗങ്ങളൊക്കെ മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ നമ്മളെ സിദ്ധി വൈഭവങ്ങളാണ്. അതിൽ മാത്രം ഭ്രമിച്ച് നമ്മൾ പേരിലും പ്രശസ്തിയിലുമൊക്കെ ഭ്രമിച്ചിരുന്നു പോയാൽ പിന്നെ അവിടെ നാശമാണ് ഉണ്ടാകുന്നത്. പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു സത്സംഗം എന്തുകൊണ്ടും വ്യത്യസ്തമാണ്. കാരണം മണികണ്ഠൻജി ഒരു സംസ്കൃത അധ്യാപകനാണ്, അതിലുപരി ഒരു സാധകനാണ്. കൂടാതെ ഗവേഷണം, ഡോക്ടറേറ്റ് നേടിയ ഒരു അധ്യാപകൻ എന്ന് തന്നെ പറയണം. പക്ഷേ തികച്ചും ലളിതമായിട്ടുള്ളൊരു
സത്സംഗമായിരുന്നു. അതെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും ഉള്ളിലേക്കിറങ്ങി, ആധ്യാത്മികതയെ അത്രയും ഉള്ളിലേക്കിറങ്ങി, ഗവേഷണം അത്രയും താല്പര്യത്തോടുകൂടി വരും തലമുറയ്ക്ക് അത് പ്രയോജനകരമാകണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് മണികണ്ഠൻജി ഈ ഒരു ഗവേഷണം തുടർന്നത്. അതിൽ കോടി പ്രണാമങ്ങൾ നമ്മൾ സാധകർക്ക് വേണ്ടി ഇത്രയും നേരം അങ്ങ് ആർജിച്ച ആ അറിവ് പകർന്നു തന്നതിന് വീണ്ടും ആ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. നമ്മൾ സാധകരോട് അങ്ങേക്ക് എന്താണ് ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ കാലത്ത് നമ്മൾ യുക്തിചിന്തയും വേണം, ഒപ്പം നമ്മളെ കുടുംബത്തെ മറന്ന് യാതൊന്നും ചെയ്യരുത്. കുടുംബം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ആത്മീയതയിലേക്ക് കടക്കണം. അപ്പോൾ കുടുംബത്തിൽ ഈ ആത്മീയത വരാത്തത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും ഒരു ക്രിയായോഗ മാർഗത്തിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനാ രീതിയിലൂടെ, പഴയ കാലത്ത് വിളക്ക് കത്തിച്ച രാമനാമം ചൊല്ലുക, പ്രാർത്ഥന, ഇതൊക്കെ ഹിന്ദുത്വ രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഹിന്ദുക്കളുടെ ഇടയിൽ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതെല്ലാം പാലിക്കുന്നത് ക്രിസ്ത്യൻ മാർഗത്തിലുള്ളവരും മുസ്ലിം സമ്പ്രദായത്തിലുള്ളവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഹിന്ദുക്കളിൽ നിന്ന് ഇതെല്ലാം അകന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ ഇക്കാലത്ത് കുട്ടികളുടെ ജീവിത രീതി വ്യത്യസ്തമാണ്. അപ്പോൾ അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ക്രിയായോഗ മാർഗം സ്വീകരിക്കണം. അതും കുടുംബവും ജോലിയും എല്ലാം നമ്മളൊത്ത് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എനിക്കിവിടെ ഈ മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്ററിൽ വരാൻ സാധിച്ചതിന് എൻ്റെ സഹപ്രവർത്തകനായ അശോകൻ സാറിന്, അദ്ദേഹമാണ് എൻ്റെ ഈ സെൻറ്റർ ഒന്ന് പരിചയപ്പെടുത്തിയതും ഇങ്ങനെ വരാൻ ഇടയാക്കിയത്. അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് അകമഴിഞ്ഞ നന്ദിയുണ്ട്. ഒപ്പം അതുപോലെ അവധൂത് ഗുരുപ്രസാദ്ജിയോട്, ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ കണ്ടത്. ഒരു ഭക്തി സാഹിത്യകാരനാണ് അദ്ദേഹം. ആത്മഭാഷണം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ, രാധാകൃഷ്ണ സംഭാഷണങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം കണ്ടു. ശൂന്യമായ വാക്കുകൾ, അവധൂത ചിന്തകൾ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോടും എനിക്ക് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ എന്നോടൊത്ത് ഇത്രയും നേരം സഹകരിച്ച ബാലഗോപാൽജിക്കും ഞാൻ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.